വരികയില്ല. ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നാർത്തിടുമ്പോൾ എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി ഇന്നു കണ്ട മിശ്രമേനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. അധികാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. അധികാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. മലകളെ ഇടിച്ചു നിരത്തുമവർ കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരത്തുമവർ കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്നെ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. ഓ കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. കാതലിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകൾ നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ എരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ പാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല. ചെറുപാദത്തിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. ആഭിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല.
വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ മെതിച്ചു നിരത്തുമവൻ കുന്നുകളെ തവിടു പൊടിയാക്കിയിടും. ദൈവത്തിന്റെ ശക്തി ഓർത്ത് നിന്നിൽ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തോടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടിരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തോടുകയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്ന് വഴിയൊരുക്കും. യോർദാൻ രണ്ടായി ചിലരോടുള്ള ദൂതാണിത്. നേരിടുന്ന ചെങ്കടൽ പോലുള്ള പ്രശ്നത്തിന്റെ നടുവിൽ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോ ബാധ നിന്റെ കൂടാരത്തിൽ ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഓ രോഗങ്ങൾ എന്നെ ക്ഷയിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. ഒരിക്കൽ കൂടെ രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. ഒന്നുകൂടെ രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. ഒരിക്കൽ കൂടെ രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ എന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. അവൻ പാദമിന്റെ കൂടാരത്തിൽ ഓ പാദമിന്റെ കൂടാരത്തിൽ രോഗങ്ങൾ എന്നെ ക്ഷീണിപ്പിക്കയില്ല. ശാപങ്ങൾ പറയുവാൻ കഴിയോ? ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിനു പാലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ മെതിച്ചു നുറുക്കുമവൻ കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ മെതിച്ചു നുറുക്കുമവൻ കുന്നുകളെ തവിടു
നായകൻ നിൻ കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സൈന്യത്തിന്റെ നായകൻ നിൻ കൂടെ ഇരിക്കുമ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തൊടുകയില്ല. സ്വർഗ്ഗനാഥൻ നിന്റെ കൂടാരത്തിൽ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ. വിശ്വാസത്തോടും കൂടെ പറയാവൂ. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി. ഓ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഒരിക്കൽ കൂടെ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഒരിക്കൽ കൂടെ ചെങ്കടൽ പിളർന്നു വഴി. ഇതിനകത്തിരിക്കുന്നവരോട് ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. ചെങ്കടൽ പോലുള്ള പ്രശ്നത്തിന് നടുവിൽ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഓ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. വിശ്വാസത്തോടെ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ ഓ ചെങ്കടൽ പിളർന്നു വഴിയൊരുക്കും യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചില ജീവിതങ്ങളോട് ആത്മാവ് പറയുന്നു, ദൈവം വഴിയൊരുക്കാൻ പോവുകയാണ്. മുന്നോട്ട് വഴിയില്ല എന്ന് പറയുന്നതിന്റെ നടുവിൽ ആത്മാവ് ചിലരോട് പറയുന്നു, പുതിയ വഴികൾ പുതിയ പാതകൾ ആത്മാവ് നമുക്ക് വേണ്ടി തുറക്കാൻ സമയമെടുത്തു. രോഗത്തിന്റെ ആത്മാവ് മാറി നിൽക്കട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ മാറി നിൽക്കട്ടെ. പുതിയ വഴികൾ പുതിയ ഓപ്പണിംഗ് ആത്മാവ് സഭയ്ക്കുള്ളിൽ ചെയ്യാൻ സമയമായി. ഇന്ന് സകല വഴികൾ തുറക്കട്ടെ. വിശ്വാസത്തോടെ അന്യഭാഷയിൽ ആത്മാവോട് പറഞ്ഞാട്ടെ, പുതിയ വഴികൾ എനിക്ക് വേണ്ടി, എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എന്റെ സഭയ്ക്ക് വേണ്ടി ആത്മാവ് തുറക്കുകയാണ്.
രഹസ്യം ചലിച്ചു തുടങ്ങുകയാണ്. ഇരിക്കുവാൻ കഴിയാത്തതുപോലെ ദൈവിക സാന്നിധ്യം കൊണ്ട് ദൈവസഭയെ ദൈവം പൊതിയുകയാണ്. വാക്കുകൾ അതിരത്തിൽ നിന്ന് പുറപ്പെട്ടു വരട്ടെ. മുൻപോട്ട് വിടച്ചില്ലെന്ന് സാന്നിധ്യം ഇന്ന് പകൽ കർത്താവ് ചിലരെ പൊതിയുന്നുണ്ട്. മരണകരമായ വിഷയത്തിൽ നിന്ന് ദൈവ സാന്നിധ്യം ചിലരെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അടങ്ങിയിരിക്കരുത്. ആത്മാവിൽ എല്ലാ ഗുരുകളും കണ്ണുകളെ അടച്ച് അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവർ അഭിഷേകത്തിന് വേണ്ടി കരഞ്ഞാണ്. ഇന്ന് പകൽ ആത്മാവ് അത് പകരുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. പ്രയാസമില്ലാത്തവർ അടങ്ങിയിരിക്കത്തില്ല, പ്രയാസമുള്ളവർ അടങ്ങിയിരിക്കത്തില്ല. ഇന്ന് പകൽ ആത്മാവിൽ സംസാരിച്ചാണ് അന്തരീക്ഷം മാറുന്നുണ്ട്. ഭവനത്തിലെ ഈ ആത്മകൾ കർത്താവ് മാറ്റുന്നുണ്ട്. ഇന്ന് പകൽ ചലിക്കുന്ന ദൈവസാന്നിധ്യം ഇതിന്റെ നടുവിൽ ആഗ്രഹമായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി പറയുന്നു, ചലിക്കുന്ന ദൈവസാന്നിധ്യം നിങ്ങൾ ഇവിടെ ഇരുന്നാലും ഭവനത്തിന്റെ ഉള്ളറയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാൻ സമയമെടുത്തു. വിശ്വാസമുള്ളവർ ഇന്ന് പകൽ കർത്താവേ, ഞാൻ ഭാരപ്പെടുന്നത് എന്റെ ഭവനത്തിനെ ഓർത്താണ്. ഞാൻ ഭാരപ്പെടുന്നത് എന്റെ ഭവനത്തിലെ കുഞ്ഞുങ്ങളെ ഓർത്താണ്. ഞാൻ ഭാരപ്പെടുന്നത് കർത്താവേ, എന്റെ ദുഃഖം സ്ഥലം കെട്ടിക്കിടക്കുന്നത് എന്റെ ഭവനത്തിലാണ്. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അവിടെ ഇറങ്ങി തുടങ്ങുന്നു. Every dark angels want to be removed in this place. ചില അധികാരങ്ങൾ ചിലരുടെ നാവിലേക്ക് നൽകുകയാണ്. ചില അധികാരങ്ങൾ ആത്മാവ് ചില നാവിലേക്ക് നൽകുകയാണ്. ഇത് പകലിന് പ്രാപിച്ചിട്ടേ പോകാവൂ.
എരിഹോ മതിലുകൾ തകരട്ടെ. എരിഹോ മതിലുകൾ തകരട്ടെ. എരിഹോന്റെ മതിലുകളുടെ ഇന്ന് പകൽ പ്രാപിക്കാമെന്നവർ പ്രാപിച്ചുകൊണ്ട് പോകത്തുള്ളൂ. ഇന്ന് പകൽ ചിലതൊക്കെ പ്രാപിക്കുവാൻ വന്നവർ ഇതിനകത്തുണ്ട്. ആത്മാവ് അവരെ ജപിച്ചു ചെയ്തുകൊണ്ടിരിക്കുക, പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പ്രാപിക്കാതെ പുറത്തു വിടത്തില്ല. ചിലതൊക്കെ ഇന്ന് പകൽ പ്രാപിച്ചെടുക്കട്ടെ. സഭ മരണം കൊണ്ടേ പോകത്തുള്ളൂ പറഞ്ഞതിന്റെ നടുവിൽ ആത്മാവ് പറയുക, ഒരാഴ്ചയുടെ നീട്ടി തന്നത് കർത്താവിനെ ഉയർത്താന. നിർത്തുവാൻ കഴിയാത്തതുപോലെ ഒരു വലിയ ദൈവസ്ഥാനത്തിൽ ഇതിനകത്ത് സ്ഥലം കിട്ടുന്നുണ്ട്. ഒരു ദൈവസ്ഥാനത്തിൽ ഇതിനകത്ത് സ്ഥലം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടത്തില്ല, പിടിക്കാൻ കിട്ടത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പ്രാപിക്കാത്തവൻ എനിക്കുള്ളവരല്ല. വചനം പറയുന്നു, ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവരല്ല. ഇന്ന് പകൽ ആത്മാവിനെ പ്രാപിച്ചപ്പോ കർത്താവേ, എനിക്ക് മുൻപോട്ടൊരു കാഴ്ചപ്പാടില്ലെന്ന് ആരെങ്കിലും കരയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് പറയുക, ചില വഴികൾ
കർത്താവിന്റെ വലിയ വാനത്താൽ കർത്താവിനെ ആരാധിക്കുവാൻ കഴിയാതെ കൈക്ക് നേരെ കെട്ടിയിരിക്കുന്നത്, നാവിന് നേരെ കെട്ടിയിരിക്കുന്നത്, ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ കാഴ്ചപ്പാടില്ലാതെ കണ്ണുകൾക്ക് നേരെ കെട്ടിയിരിക്കുന്ന എല്ലാ അശുദ്ധാത്മാവിന്റെ പോരാട്ടങ്ങളെയും ഇന്ന് പകൽ ആത്മാവ് അഴിച്ചു മാറ്റട്ടെ. Releasing in the name of Jesus. Releasing in the name of Jesus. Releasing in the name of Jesus. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ അല്പനിമിഷം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. അല്പനിമിഷം നമുക്ക് ആ വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ തലക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയും, അത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന്. വായിച്ചാട്ടെ തലക്കെട്ട്. ദാവീദിന്റെ ഒരു ആരോഹണ ഗീതം. അപ്പോ ദാവീദാണ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ ബുദ്ധിക്കൊക്കാത്ത വൻ കാര്യങ്ങളിലൊന്നും ഞാൻ, അത്ഭുത വിഷയങ്ങളിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അത് വലിയൊരു കാര്യം തന്നെയാണ്. എൻ്റെ ബുദ്ധിക്കൊക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അത്ഭുതമായ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല. അവിടെ വായിക്കുന്നത്, ഞാൻ നിഗളിച്ചു നടക്കുന്നതുമില്ല. ഇന്ന് പകൽക്കാലം ഈ ചിന്ത നമുക്ക് വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദാവീദാണ് പറയുന്നത്, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല. എന്നാൽ ദാവീദിന്റെ സഹോദരന്മാര് പറയുന്നുണ്ട്, നീ ഒരു അഹങ്കാരിയാണ്, നീ ഒരു നിഗളിയാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ സഹോദരന്മാര്, നീ ഒരു നിഗളിയാണ്, നീ ഒരു അഹങ്കാരിയാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ നിഗളിച്ച് നടക്കുന്നതേയില്ല. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു, നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. അപ്പോ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ നിഗളിച്ചു നടക്കുന്നില്ല, ഞാൻ അഹങ്കരിച്ചു നടക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരന്മാര് പറയുന്ന അങ്ങനെയല്ല, നീ ഒരു അഹങ്കാരിയാണ്, നീ ഒരു നിഗളിയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ഈ സഹോദരന്മാര് ശക്തമായ ദൈവത്തിനോട് കോപിക്കുകയാണ്. അത്രമാത്രം കോപം ഈ സഹോദരനോട് ദാവീദിനോട് ഉണ്ട്. എന്നിട്ട് പറയുന്നു, കുറച്ച് ആടുകളെ നീ ആ മരുഭൂമിയിൽ വിട്ടിട്ട് ഇഞ്ഞ് പോന്നില്ലേ? ഈ ചിന്തകൾ ഞാൻ ധ്യാനിക്കുമ്പോൾ
ഒത്തിരി ചിന്തകൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുവാനിടയായി. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഉദ്യോഗസ്ഥരാണ്. നിന്നെ പണ്ട് തൊട്ടേ ഞങ്ങൾ ആടുകളെ മേയ്ക്കാനാണ് വിട്ടത്. നീ ആടുകളെ അതിൽ നോക്കാതെ കാണാതെ നീ എന്തിനാ വന്നത്? നീ പട കാണാൻ വന്നതാണോ എന്ന് ശക്തമായി ആ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വലിയൊരു സൈന്യത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്റെ സഹോദരന്മാര് ഈ ദാവീദിനെ നോക്കി പറയുന്നു, നീ ഒരു നിഗളിയാണ്, നീ ഒരു അഹങ്കാരിയാണ്. പക്ഷെ ദാവീദിന് അറിയാം, എനിക്ക് നിഗളിക്കാൻ പറ്റത്തില്ല. കാരണം എന്റെ സഹോദരന്മാര് മുഴുവനും ഉദ്യോഗസ്ഥന്മാരായി ഇസ്രായേലിന്റെ പട്ടാളക്കാരായി നിൽക്കുമ്പോൾ പണ്ടു തന്നെ എന്റെ അപ്പനും അമ്മയും എന്നെ മറന്നിട്ട് എന്നെ ആടുകളെ മേക്കുവാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ദാവീദിനെ നിഗളിക്കാനൊന്നും പറ്റത്തില്ല. ദാവീദ് ആ ഹല്ലേലൂയ വനത്തിനകത്ത് തന്നെ വളരെ നിരാശകളോടും ഭാരത്തോടും ആയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ നിഗളിക്കാനാ? ദാവീദിനെ നിഗളിക്കാൻ പറ്റത്തില്ല. ഇന്നു പകൽക്കാലം ദാവീദിനെ നോക്കി അവര് പറയുന്നു, നീ നിഗളിയാണ്. ഇന്നു പകൽക്കാലം നമ്മളെ നോക്കി പലരും അങ്ങനെ പറയുമായിരിക്കും. പക്ഷേ ദാവീദ് 55-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഉച്ചയ്ക്കും വൈകുന്നേരത്തും രാവിലെയും സങ്കടം ബോധിപ്പിച്ചു കരയുന്ന ദാവീദിനെ എങ്ങനെ നിഗളിക്കാൻ പറ്റും? ഇന്നു പകൽക്കാലം എന്നെ നിങ്ങളെ നോക്കി ചിലരൊക്കെ പറയും പൊതുവേദികളിൽ, നീ ഒരു അഹങ്കാരിയാണ്, നീ ഒരു നിഗളിയാണ്, നിന്റെ അഹങ്കാരം എനിക്കറിയാം, നിനക്ക് ഇത്രയും സ്ഥാനമൊന്നുമില്ല, ഞങ്ങളൊക്കെ പട്ടാളക്കാരാണ്, ഞങ്ങൾ സർക്കാർ ജോലി ഉള്ളവരാണെന്ന് പറഞ്ഞ് നിന്ദിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ നിഗളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദാവീദിനെ അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിപ്പാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും പ്രാർത്ഥിക്കുന്ന ദൈവഭക്തരെ, സഹോദര മാതാവേ, നിന്നെ ഉയർത്തുവാൻ ഒരു മഹാരാജാവുണ്ട്. നീ അഹങ്കാരിയാണെന്ന് പറയുമ്പോൾ ഭാരപ്പെടേണ്ട. നിന്റെ ജീവിതം മരുഭൂമിയിലാണ്, അവിടെ പോകാൻ പറയുമ്പോഴും ദാവീദ് വളരെ വലിയ പ്രാർത്ഥനയോട് നിൽക്കുകയാണ്. നീ പട കാണാനല്ലേ വന്നതെന്ന് പറയുമ്പോഴും അവിടെ വലിയ പ്രാർത്ഥനയോട് ദാവീദ് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഏറെ മണിക്കൂറുകളാണ് ഈ വചനം ധ്യാനിച്ചത്. സങ്കീർത്തന ഭവൻ നമുക്ക് 10 മിനിറ്റ് ഉള്ളത് കൊണ്ട് മറ്റൊരു വേദിയിൽ, ഒരു ഉപവാസ വേദികൾ നമുക്ക് എവിടെയെങ്കിലും ഇത് അവസരം നൽകും. അവിടെ നമുക്ക് ധാരാളം ആ വചനങ്ങളെ ഒഴിക്കുവാൻ പരിശുദ്ധാത്മ അഭിഷേകം തരട്ടെ. ഇന്നു പകൽക്കാലം ഞാൻ പറയുന്നു, എന്റെ ഹൃദയം നിഗളിക്കത്തില്ല. ദാവീദ് തന്നെ പറയുന്നുണ്ട്, എന്നെ ഈ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ ഗോത്രം എന്തുള്ളൂ. ഇന്നു പകൽക്കാലം ദാവീദിനെ പ്രശംസിക്കാൻ ഒന്നുമില്ല. നമ്മൾ ഒന്നിനും നിഗളിക്കുവാൻ പാടില്ല. ഞാൻ വേഗത്തിൽ ഓടുകയാണ്. സ്തോത്രം. നിഗളിച്ചവര് ഒത്തിരി പേരുണ്ട്. ഒരു ചക്രവർത്തി ഒരിക്കൽ നിഗളിപ്പാൻ, ഒരു രാജാവ് ഒരിക്കൽ നിഗളിക്കുവാനിടയായി. നിഗളിച്ചതിന്റെ പ്രതിഫലം നമുക്കവിടെ കാണാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 5-ാമത്തെ അധ്യായത്തിലാണ്. ആ സാമ്രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന സാമ്രാജ്യമാണ് ബാബിലോണിയ സാമ്രാജ്യം. അതിനുശേഷം മേദ്യ-പാർസ്യ സാമ്രാജ്യങ്ങളും ഗ്രീസ് സാമ്രാജ്യങ്ങളും റോമ സാമ്രാജ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ബാബിലോണിയ സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരിക്കുന്ന രാജാവ് ഒരിക്കൽ പറയുകയാണ്, എനിക്ക് ഇത്രയും മഹത്വമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നിഗളിക്കുവാനിടയായി. നിഗളിച്ചതിന്റെ പ്രതിഫലം എന്തെന്ന് ആ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. കഴുതയോടുകൂടെ കാട്ടിനകത്ത് പുല്ലു തിന്നുന്ന കാളയ്ക്ക് സമമായി മാറുവാനിടയായി. ഇന്നു പകൽക്കാലം ഒന്നിലും നമുക്ക് നിഗളിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ രാജാവ് നിഗളിച്ചു. രാജാവ് നിഗളിച്ചപ്പോൾ രാജാവ് ദിവസം തോറും മെത്തയിൽ കിടക്കുന്ന രാജാവ് കണ്ടു, നിഗളിച്ചതിന്റെ പ്രതിഫലം കണ്ടു. കഴുതകളോട് കൂടെ ചില മാസങ്ങൾ വസിക്കേണ്ടി വന്നു. ഇന്നു പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പ്രബോധിപ്പിക്കുന്നു, ഒന്നിനാലും നമ്മൾ നിഗളിക്കേണ്ട ആവശ്യമില്ല. ദൈവം തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം.
അത് വസ്ത്രമാകട്ടെ, ആഹാരമാകട്ടെ, സൗന്ദര്യങ്ങളാകട്ടെ, വാഹനങ്ങളാകട്ടെ, ദീർഘായുസാകട്ടെ, സൗഖ്യമാകട്ടെ, കൃപകളാകട്ടെ, ഒന്നിലും നമുക്ക് നിഗളിക്കാൻ കഴിയത്തില്ല. ഇതെല്ലാം നശ്വരമാണ്. വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, സൗന്ദര്യമാകട്ടെ, കൃപാവരങ്ങളാകട്ടെ, ഒന്നിലും നമുക്ക് നിഗളിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം ഒരിക്കൽ തകർന്നു പോകുവാനിടയാകും. അപ്പോൾ രാജാവ് നിഗളിച്ചു. രാജാവ് ഹല്ലേലൂയ മെത്തയിൽ കിടക്കേണ്ടവനാ. പക്ഷെ ഇപ്പോൾ കിടക്കുന്നത് കാട്ടിനകത്താ. സമയമില്ലാത്തതുകൊണ്ട് വാക്യം വായിക്കുന്നില്ല. വേദപുസ്തകം വായിക്കുന്നവർക്ക് അതറിയാം. സ്തോത്രം. അദ്ദേഹത്തിന്റെ മകനും ഒത്തിരി അഹങ്കരിച്ചു. അപ്പൻ യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻപാത്രത്തിൽ വീഞ്ഞു കുടിക്കണമെന്നൊരു ആഗ്രഹം. അത് ആരെന്നറിയാമോ? അവിടത്തെ വെപ്പാട്ടികളും അവിടത്തെ മന്ത്രിമാരും അവിടത്തെ എല്ലാ സൈന്യം കൂടെ ഒരു ദിവസം ഒന്ന് സന്തോഷിക്കാൻ തുടങ്ങി. നീ സന്തോഷിച്ചു, പക്ഷേ ആലയത്തിനകത്തിരിക്കുന്ന പാത്രത്തിൽ കുടിക്കണമെന്നൊരു ആഗ്രഹം. സ്തോത്രം. അങ്ങനെ കുടിച്ചപ്പോൾ അവിടെ വാക്യം അവിടെ പാടുവാനിടയായി. ദൈവത്തിന്റെ ആലയത്തിനകത്തിരിക്കുന്ന പാത്രത്തിനകത്ത് അവർ നിഗളം കയറിയിട്ട് ദൈവത്തിന്റെ ആലയത്തിനകത്ത് അപ്പൻ കൊണ്ടുവരല് പിടിച്ചു കൊണ്ടുവന്ന യെരൂശലേം ദേവാലയത്തിന്റെ പാത്രത്തിനകത്ത് നമുക്ക് ഇന്ന് കുടിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ അവനെ തകർത്തു കളയുവാൻ ദൈവത്തിന് പദ്ധതി തോന്നി. ഇന്ന് പകൽക്കാലം നിഗളിക്കുവാൻ നമുക്കൊരു വകയുമില്ല. നിഗളിച്ചാൽ നിന്റെ ഏപ്പിന് തമ്പുരാൻ ഇണക്കും. നീ ഭൂമിയിൽ നിന്നും നശിക്കുവാനിടയാകും. ഇന്നു പകൽക്കാലം നിഗളിക്കാതെ ജീവിക്കുന്നവർക്കായി സ്തോത്ര. ഹല്ലേലൂയ. കണ്ടോ? പിന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ വസിച്ച ഒരു ദൂതനും നിഗളിക്കുവാനിടയാകി. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അത് സാധാരണ ദൂതന്മാരല്ല, ദൈവത്തോട് ചേർന്ന് നിന്ന ദൂതനാണ്. ആ ദൂതന് പറയുന്ന പേരുകൾ സോർ രാജാവ്, അരുണോദയപുത്രൻ, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേര് രണ്ടാണ്, ലൂസിഫർ. അദ്ദേഹത്തിന്റെ ചിറകുകൾ വിടർത്തി തന്നെ മധുരഗാനങ്ങൾ പുറപ്പെടും. സകലമായ രഥങ്ങളെ കൊണ്ട് സകലവിധമായ രത്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ നിർമ്മിച്ചിരിക്കുന്നത്. ഭയങ്കര സൗന്ദര്യ സമ്പൂർണനാണ് അദ്ദേഹം, ജ്ഞാന സമ്പൂർണനാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചു, ദൈവത്തോളം സമനാകണം എനിക്ക് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചപ്പോൾ അവനെ വെട്ടി താഴേക്കിടുവാനിടയായി. ആദ്യമായി നമ്മുടെ ഹൃദയത്തിനകത്ത് നിഗളം വന്നാൽ അത് ശരീര അവയവങ്ങളിലേക്ക് വ്യാപരിക്കും. അത് കൈകളിലും കണ്ണുകളിലും സംസാരത്തിലും വ്യാപരിപ്പാനിടയാകും. ഇന്നു പകൽക്കാലം നിഗളത്തിന്റെ പൈശാചിക ശക്തികൾ എന്നേക്കുമായി മാറ്റിയാൽ ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. യെഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ വായിക്കാം. അതിന്റെ 28-ാമത്തെ 12-13 വാക്യങ്ങൾ. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. മതി. കണ്ടോ? സകലവിധമായ രത്നങ്ങളാലും അവനെ മൂടി. അവിടെ വാക്യം പ്രധാനപ്പെട്ട ചിന്ത ഇതാണ്, അവൻ ജ്ഞാന സമ്പൂർണനാണ്, അതുമാത്രമല്ല സൗന്ദര്യ സമ്പൂർണനാണ്. അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 17-ാമത്തെ വാക്യം. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. അവന്റെ സൗന്ദര്യം നിമിത്തം അവൻ നിഗളിക്കുവാനിടയായി. ഇന്നു പകൽക്കാലം നമുക്ക് സൗന്ദര്യത്തിലൊന്നും നിഗളിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇതൊക്കെ പോകും. സ്തോത്രം. ഇന്ന് പകൽക്കാലം കണ്ടോ, ഇതാ ഒരു പ്രധാനപ്പെട്ട കെരൂബ് എന്ന് പറയുന്ന ദൂതൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവനെ ശ്രേഷ്ഠനായി കണ്ട ആ ദൂതൻ, ഏറ്റവും മനോഹരമായിരിക്കുന്ന എല്ലാ അധികാരമുള്ള ദൂതൻ ഒരിക്കൽ ചിന്തിക്കുന്നു, ദൈവത്തിനേക്കാൾ വലിയവനാകണമെന്ന്. അർത്ഥം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട റോയ് പാസ് ഇവിടെ നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ആളായിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിനേക്കാൾ ഉയർന്നു നിൽക്കുവാൻ ഞാനോ മറ്റുള്ള ഭക്തന്മാരോ ചിന്തിച്ചാൽ അതൊരു നിഗളമാണ്, അതൊരു അഹങ്കാരത്തിന്റെ ചിന്തയാണ്. ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാർക്ക് താഴെ നിൽക്കുവാൻ പൈതങ്ങളെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവർക്ക് അത്രയും അറിവ് കാണത്തില്ലായിരിക്കും, വിദ്യാഭ്യാസം കാണത്തില്ല. പക്ഷേ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ
നമ്മുടെ തലയ്ക്കത് എണ്ണയായി മാറുവാനിടയാകും. അവർക്കൊന്നും അറിയത്തില്ല, വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ താഴ്ത്തി കെട്ടിക്കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നമ്മളെ നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കുവാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ കരയിൽ കീഴ്പ്പെട്ടിരിക്കുവാൻ, താണിരിക്കുവാൻ കഴിഞ്ഞാൽ നീ അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. ദൂത നീ നിഗളിച്ചാൽ നിന്നെ ഭൂമിയിലേക്ക് വെട്ടിയിടുവാനിടയാകും. സകലവിധമായ രത്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സൗന്ദര്യ സമ്പൂർണ്ണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിവേകമുള്ളത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കണ്ടോ, അവന് നിഗളം വരുവാനിടയായി. ഇന്നു പകൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ ഞാൻ ഈ സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഒന്നിനാലും നീ നിഗളിക്കുവാൻ കഴിയരുതും. ദൈവം നിന്നെ മാനിക്കേണ്ടതിന് പ്രാർത്ഥനയിലോ ആരാധനയിലോ നിന്റെ സമ്പത്തിലോ പൈതങ്ങൾ മേലോ ഒന്നിലും നീ നിഗളിക്കണ്ട. നിനക്ക് തന്ന കൃപാവരങ്ങൾ നീ നിഗളിക്കണ്ട, വാഹനത്തിലൊന്നും നിഗളിക്കണ്ട. നിഗളിക്കാതെ ദൈവത്തെ ആരാധിക്കുന്നവർക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാനിത് പറയുമ്പോൾ ഇതിന്റെ ആഴമായ കാര്യത്തോട് പറഞ്ഞു തരാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നീളം കാണത്തില്ല. നിങ്ങൾക്കൊരു അധികാരം വരട്ടെ, ഒരു നന്മ വരട്ടെ, അപ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന ആര് തന്നെ ആകട്ടെ, നിങ്ങൾക്ക് അതിഭയങ്കരമായ ഒരു അധികാരം സർക്കാർ പരമായിട്ടോ ആത്മീകപരമായിട്ടോ സാമ്പത്തികപരമായിട്ട് തന്നാൽ നിന്റെ ഭാര്യയുടെ സ്വഭാവം മാറും. എഴുതി വെച്ചോ. സോമം പാസ്റ്റർ എന്നോട് പറയുന്ന നിന്റെ ഭാര്യയുടെ സ്വഭാവം എപ്പോഴും മാറും, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറും, നിന്റെ മക്കളുടെ സ്വഭാവം മാറും. ഒരു അധികാരത്തിന്റെ ചിന്ത അവന്റെ മേൽ വന്നു കയറും. ഇപ്പൊ ഇത് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ അഹങ്കാരം വരാത്ത, പക്ഷേ അധികാരത്തിന്റെ, സർക്കാരിന്റെ, ആത്മീകത്തിന്റെ അധികാരം നമുക്ക് വന്നു കഴിഞ്ഞാൽ, സാമ്പത്തികമായി വന്നു കഴിഞ്ഞാൽ, മറ്റ് ഏത് മേഖലയിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ അറിയാതെ അത് മനുഷ്യന്റെ ഒരു സ്വഭാവ രീതിയാണ്. ഇപ്പൊ നമ്മളൊക്കെ നോർമലായിട്ട് സംസാരിക്കും, വന്ന് കഴിയുമ്പോൾ കണ്ടോ, അത് നിങ്ങൾക്ക് തെളിവിന് എന്റെ മാതാവിനെ തന്നെ എടുക്കാം, എന്റെ മാതാവിനെ എടുക്കാം. അതുവരെ വളരെ സന്തോഷത്തോടെ എല്ലാ ദിവസവും മാസം തോറും ഇരിക്കും. അമ്മയ്ക്ക് പണം വരുമ്പോ പിന്നെ സ്വഭാവം മാറും. ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പിന്നെ പേരെന്ന് പറയുന്നാല് എന്റെ മാതാവിനെ തന്നെ എടുക്കാലോ. അതുവരെ ഭയങ്കര സ്നേഹമായിരിക്കും. പണം കയ്യിൽ അമ്മയുടെ കൈ വരുമ്പോണ്ടല്ലോ ഓട്ടോമാറ്റിക് അമ്മയുടെ സ്വഭാവം മാറും. അത് വല്ലാത്തൊരു സ്വഭാവം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് അധികാരം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സാമ്പത്തിക അധികാരം വന്നു കഴിഞ്ഞാൽ, മറ്റു ചില അധികാരം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ സ്വഭാവ ശബ്ദം മാറും. കണ്ടോ? അങ്ങനെ മാറിയാൽ നിന്നെ തമ്പൂരാനുണ്ടല്ലോ, ഇന്നലെ വരെ നിന്റെ കൂടെ പാർത്ത ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, മരുമക്കളോ കൊച്ചുമക്കളോ സഭാ പാസ് എടുത്ത് നിന്റെ നന്മകൾ വരുമ്പോൾ നീ പോലും അറിയാതെ ഒരു അഹങ്കാരത്തിന്റെ നിഗളത്തിന്റെ ശക്തി നിന്നിലേക്ക് വ്യാപരിപ്പാനിടയാകും. അവിടെയും കൃപയോടെ പ്രാർത്ഥനയോടെ അത് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അത് എല്ലാവർക്കും കൊണ്ട് പറ്റത്തില്ല കേട്ടോ. എത്ര നന്മകൾ വന്നാലും, എത്ര അധികാരങ്ങൾ വന്നാലും, ഓഫീസിനകത്ത് വരുമ്പോൾ ഇതെന്റെ വേണ്ടപ്പെട്ടവരാണെന്ന് അറിയുവാനുള്ള മനസ്സ്, അത് പ്രത്യേകം കൃപ വേണം. ഇന്നു പകൽക്കാലം അഹങ്കരിക്കുന്നവനെ വെട്ടി താഴെയിടും. മനുഷ്യനും അഹങ്കരിക്കും കേട്ടോ. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ വന്നാട്ടെ, അവൻ ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോഴും നല്ല വീട്ടിൽ പാർക്കുമ്പോഴും വെള്ളിയും പൊന്നൊക്കെ വർദ്ധിക്കുമ്പോഴും അവൻ അഹങ്കാരം വെളിപ്പെടും. വായിച്ചാട്ടെ, ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണമേ, നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് വീടുകൾ പണിത് അവയിൽ പാർക്കുമ്പോഴും നിന്റെ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളിയും പൊന്നും ഏറി നിനക്കുള്ളതൊക്കെ വർദ്ധിക്കുമ്പോഴും. ശ്രദ്ധിക്കണേ പ്രിയമുള്ളവരെ, നിന്റെ ഹൃദയം നിഗളിക്കും. നീ രാജികമായ ആഹാരങ്ങൾ ഭക്ഷിക്കുമ്പോൾ, ഏറ്റവും കൂടിയ വസ്ത്രം ധരിക്കുമ്പോൾ നിനക്ക് തന്നെ അറിയാൻ പറ്റും, എന്തോ ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ കൂടിയതാണ് നമുക്കറിയാൻ പറ്റും. പ്രത്യേക ഒരു സുഖം കൊണ്ടായിരിക്കും വസ്ത്രം ഇടുമ്പോൾ. ഏറ്റവും കൂടിയ രാജികമായ ആഹാരങ്ങൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു പ്രത്യേകത മനസ്സിൽ നമുക്ക് ഉണ്ടാവും. കണ്ടോ? അവിടെ മനുഷ്യനെ നോക്കി, ഇസ്രായേലിനെ നോക്കി പറയുന്നു, നീ ആഹാരം ഭക്ഷിച്ച് തൃപ്തി പ്രാപിക്കുമ്പോ, ഇന്നലെ വരെ നീ കുടിലിനായി ഓലമിന വീട്ടിലാണ് കിടക്കുന്നത്. ഇസ്രായേൽ നോക്കി പറയണം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ എടുക്കാം. നീ ഇപ്പോ കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ, വെള്ളിയും പൊന്നും വർദ്ധിക്കുമ്പോൾ,
നീ അഹങ്കരിക്കരുതും. എന്തെന്നാൽ നിന്നെ അടിമദേശത്തു നിന്നും കൊണ്ടുവന്ന ദൈവത്തെ നീ നിഗളിച്ചു പോകരുതെന്ന് അവിടെ വചനം പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു നിർത്തുന്നു. നമുക്ക് ഒന്നിനാലും നിഗളിക്കാൻ പറ്റത്തില്ല. കാരണം ഉള്ളതെല്ലാം ഏത് നിമിഷവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. സൗന്ദര്യമാണോ? അത് നഷ്ടപ്പെടും. വാഹനങ്ങളാണോ? അത് നഷ്ടപ്പെടും. കൃപകളാണോ? അത് നഷ്ടപ്പെടും. ഒരു രോഗമോ പ്രതികൂലങ്ങളോ വന്നു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നഷ്ടപ്പെടുവാനിടയാകും. എന്നാൽ എന്നേക്ക് നിലനിർത്തുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിനാലും നീ നിഗളിക്കരുതും. ഒന്നും കൂടെ പറയുന്നു, ഈ ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കട്ടെ. ഏതെങ്കിലും ഒരു സമയം, വർഷത്തിലോ മാസത്തിലോ ഒത്തിരി പണവും ഒത്തിരി നന്മകളും വരുമ്പോൾ അപ്പോൾ നീ ഇത് ഓർക്കണം. സോമം ബാസു പറഞ്ഞ ചിന്ത നീ മറന്നു പോകരുതും. പണവും ആവശ്യമായ കാര്യാദികൾ വരുമ്പോൾ നിന്റെ ദൈവമക്കളെയും നിന്നെ പ്രാർത്ഥിച്ച ദൈവവാസന്മാരെയും നിന്റെ അപ്പുറം ഇപ്പുറവരെ മറക്കാതിരിക്കുവാൻ ഈ ചിന്ത നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ദാവീദ് രാജാവ് പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തെ ഞാൻ നിഗളിക്കുന്നില്ല, എൻ്റെ ഹൃദയം നിഗളിക്കത്തില്ല. ദൈവം എനിക്ക് തന്ന കൃപകൾക്കായി സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആരിലിയ ജീവിത കുടുംബ ജീവിതങ്ങളിലോ ഞങ്ങളുടെ ആത്മീക ഭൗതിക ജീവിതങ്ങളിലോ നിഗളിച്ചു പോകാതെ താഴ്മയോടെ അന്ത്യത്തോളം ജീവിക്കുക പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് കൃപ തരണം. ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വാഹനങ്ങള്, വസ്തുവകകള്, ഭവനങ്ങള്, വസ്ത്രങ്ങള്, ആഹാരങ്ങളെല്ലാം വേണം കർത്താവേ. അത് ഞങ്ങൾക്ക് ലഭിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം നിഗളിച്ചു പോകാതെ ഒരു കുഞ്ഞിനെ പോലെ ദൈവസന്നിധിയിൽ വളരുവാൻ, ജീവിക്കുവാൻ സ്വർഗം ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കും. അത്ഭുതങ്ങളെ കർത്താവിച്ചു ഞങ്ങളുടെ മുഖത്തെ ആദരിക്കും. നിഗളമില്ലാത്ത ഒരു ഹൃദയം സ്വർഗം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ആദരിക്കുവാൻ, ബഹുമാനിക്കുവാനുള്ള ഹൃദയം സ്വർഗം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ. കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്തോഷമുള്ള ദിനത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ നമുക്ക് ഉദ്ദേശിച്ച കർത്താവിനെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും നല്ല സാക്ഷികളെ കേൾക്കുവാനും പരിശുദ്ധമായ കൃപ ചെയ്ത് ഓർത്ത് സ്തോത്രം ചെയ്ത് എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വചനം ശ്രദ്ധിക്കാമല്ലോ. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യവും അതുപോലെ തന്നെ 9-ഉം 10-ഉം വാക്യങ്ങളും. 1, 9, 10. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ഏലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരന് എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. പ്രാർത്ഥിക്കാം. സ്തോത്രം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ കർത്താവെ, അവിടെ മറ്റുമില്ലാത്ത വചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന കർത്താവെ, ഇന്ന് പകൽ ഞങ്ങൾക്ക് ആരാധിപ്പാനും ശേഷം കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ വചനത്തിൽ പ്രാപിപ്പാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാലും ദൈവവചനത്തിൻ്റെ ധ്യാനത്താലും അവിടുത്തെ ശക്തിയാലും ഞങ്ങൾ നിന്നേക്കും നിലനിൽക്കുന്നല്ലോ കർത്താവെ. കേൾക്കുന്ന ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പിന്നത്തിൽ പ്രായോഗികമാക്കുവാൻ പരിശുദ്ധമ്മ സഹായിക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവാത്മാവിനൊത്തവണ്ണം ഞങ്ങൾ ചൂടുകളെ മുൻപോട്ട് വയ്ക്കാൻ ദൈവാത്മാവ് സഹായിക്കണം. മാനവമോർച്ചു അങ്ങേക്ക് കർത്താവെ തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ വായിച്ചു കേട്ടത് ആമേൻ രാജാക്കന്മാരുടെ പുസ്തകം 2-ാം ഭാഗം അല്ലെങ്കിൽ 2-ാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 4-ാം അധ്യായം 1-ഉം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. 2 സഹോദരിമാരുടെ 2 സ്ത്രീകളുടെ വിഷയമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പ്രവാചകൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ഏലീശ. പക്ഷേ 2 ഭവനത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന 2 വ്യത്യസ്ത കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാനം വായിച്ചത് ഞാൻ നമ്മൾ ഒരു ഭാഗം കൂടെ വായിക്കാനുണ്ടായിരുന്നു. ഒരു കസേരയും വിളക്കും വയ്ക്കുക, അവൻ അവിടെ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് അവിടെ വരെയുണ്ട്. സ്തോത്രം. 2 സഹോദരിമാരുടെ 2 സ്ത്രീകളുടെ
ജീവിത സാഹചര്യമൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ പുസ്തകം രചിച്ചത് ഹിൽക്കിയാവിൻ്റെ മകനായ ഇരമ്യാവാണ്. യെരുശലേമിൽ നിന്ന് ഏകദേശം 4-5 കിലോമീറ്റർ അകലെയുള്ള അനാഥോത്തിൽ താൻ ശുശ്രൂഷിച്ചു പോരുന്നു. താൻ ജനിച്ചത്. അതിനുശേഷം യഹൂദയിലും ഇസ്രായേലിലൊക്കെ താൻ ശുശ്രൂഷ ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ചെറുപ്രായത്തിലെ ബാലനായിരുന്നപ്പോൾ തന്നെ ഇരമ്യാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിളി വന്നു, അരുളപ്പാട് ലഭിച്ചു. അങ്ങനെ അവിടെ മുതലാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവത്താൽ ഉയർത്തപ്പെട്ടവൻ എന്ന വാക്ക് ആണ് ഇരമ്യാവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്താൽ ഉയർത്തപ്പെട്ടവൻ. സ്തോത്രം. എപ്പോഴും കരച്ചിലും പ്രാർത്ഥനയും കൂടുതൽ സമയവും ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും അതുപോലെ ശുശ്രൂഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എപ്പോഴും കരയുന്ന ഒരു പ്രവാചകൻ എന്ന നിലയ്ക്ക് കരച്ചിലിൻ്റെ പ്രവാചകൻ എന്നും കൂടി ഈ ഇരമ്യാവിന് പേരുണ്ട്. സ്തോത്രം. ചെറുപ്പം മുതലാണ് ഏകദേശം ജീവിതത്തിൻ്റെ ആനന്ദങ്ങളും ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും ഒക്കെ വെട്ടിപ്പിടിച്ച് ഒത്തിരി നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് ശേഷമായിരുന്നില്ല തൻ്റെ മേലുള്ള ദൈവവിളി ചെറുപ്പത്തിലേ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ചെറുപ്പത്തിൽ തൻ്റെ മേലുള്ള ദൈവവിളി നിമിത്തം ദൈവത്തിന് ഹിതമുള്ളവനായി ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഇരമ്യാവിന് കഴിഞ്ഞു. അങ്ങനെയാണ് അങ്ങനെ ശുശ്രൂഷ ചെയ്തു, ശക്തമായി ശുശ്രൂഷ ചെയ്തു. തൻ്റെ സ്വജനത്തിന് നടുവിലാണ് ശുശ്രൂഷ ചെയ്തത്. അവസാനം മറ്റൊരു പ്രവാചകൻ്റെ മരണമാണ്. സ്തോത്രം. അത് യെശയ്യാവിൻ്റെ മരണമാണ് മനസ്സ് നിമിത്തം ഉണ്ടായത്. ഞാൻ ഓർക്കാതെ പറഞ്ഞു. ക്ഷമിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ശുശ്രൂഷ ചെയ്ത വ്യക്തിത്വമായിരുന്നു ഇരമ്യാവ്. സ്തോത്രം. അദ്ദേഹം രചിച്ചതാണ് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ ഭാഗങ്ങളൊക്കെ. സ്തോത്രം. കഴിഞ്ഞ ദിവസം കോട്ടയം മീറ്റിങ്ങുള്ള ബന്ധത്തിൽ പ്രിയ ബോസ് ബ്രദറിൻ്റെ വീട്ടിൽ വെച്ച് അല്പനിമിഷം ചെയ്യുവാനിടയായി തീർന്നു, വചനം സൃഷ്ടിപ്പാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചിന്തയിൽ വന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം വീണ്ടും ഇത് വന്നപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഇതെനിക്ക് ഇന്നുകൂടെ പറയണമെന്ന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. സ്തോത്രം. രണ്ട് മാതാക്കളുടെ ജീവിത സവിശേഷതയും അതുപോലെ അവരുടെ ആഗ്രഹവും അവരുടെ കരച്ചിലും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നു. സ്തോത്രം. ഇവിടെ നമ്മൾ പ്രാരംഭത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക എന്ന് വെച്ചാൽ എലിശയുടെ പ്രവാചക ഒത്തിരി ശിഷ്യന്മാർ ഒത്തിരി ഉണ്ടായിരുന്നു. പ്രവാചകന്മാർ തൻ്റെ കീഴിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൽ ഒരുവൻ്റെ ഭാര്യയുടെ നിലവിളിയാണ് പ്രാരംഭത്തിൽ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. 2 മക്കൾ അവർക്ക് തലമുറകളായിട്ടുണ്ട്. സ്തോത്രം. അവർ ഒരുപാട് ഭർത്താവ് മരിച്ചുപോയി. പിന്നത്തേതിൽ കടം കയറി വല്ലാത്ത ഭാരത്തിൽ ആ കുടുംബമായിരുന്നു. ശേഷം അന്നത്തുള്ള കാലത്തിൻ്റെ പ്രത്യേകത എന്ന നിലയ്ക്ക് കടമുണ്ടാകുമ്പോൾ ഉടനെ അതിന് കടം വീട്ടുവാൻ കടക്കാർ വന്ന് തലമുറകളെയോ വിലയുള്ളത് എന്തോ എടുത്തുകൊണ്ട് പോകുന്ന അതുകൊണ്ട് അങ്ങനെയാണ് അവർ പ്രവാചക ശിഷ്യൻ്റെ ഈ വീട്ടിലും എത്തിയത്. സ്തോത്രം. അങ്ങനെ അവർ നിലവിളിപ്പാൻ ഇടയായി തീർന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി കരഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. ഒരുപാട് കരഞ്ഞു. മക്കളെ തിരികെ പ്രാപിക്കുവാൻ അവർ കരഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സ്തോത്രം വീട്ടിൽ വന്നപ്പോൾ പറയുകയാണ്, എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണ്, ഞാൻ എന്ത് ചെയ്യണം? സ്തോത്രം. പ്രാരംഭത്തിൽ ഈ സഹോദരിയുടെ ഈ പ്രവാചകന്റെ ഭാര്യയുടെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കരച്ചിൽ കണ്ടു. പ്രവാചകൻ ചില വിഷയങ്ങളുടെ നടുവിൽ, പ്രശ്നത്തിന് നടുവിലാണ് പ്രവാചകൻ ആ വീട്ടിൽ കയറി വന്നത്. ക്ഷണിച്ചു അവരെത്തിയാണ് അവലാദികൾ പറയുവാൻ വേണ്ടി. 9-ാം 10-ാം അധ്യായം നമ്മൾ കാണുന്നത് അങ്ങനെ ആയിരുന്നില്ല. ശൂനേംകാര്യത്തിൽ അവൾ ധനികയായിരുന്നു. രണ്ട് വ്യക്തിത്വങ്ങളുടെ രീതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. അവർ 2 സ്വഭാവ രീതികൾ. ഒരുവളുടെ വീട്ടിൽ തകർച്ച വന്നപ്പോൾ, നിൽക്കുവാൻ സാധ്യതയില്ല, നിലനിൽപ്പിന് വശമില്ലാതെ വന്നപ്പോൾ പ്രവാചകനെ ക്ഷണിക്കുന്നു. മറ്റൊരുവളുടെ വീട്ടിൽ അവൾ ധനികയാണ്. അവൾ പ്രവാചകനായ പുരുഷനെ കണ്ടു. അവൻ്റെ പ്രവൃത്തി, അതിൻ്റെ ജീവിതം കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ ആ പ്രവാചകനാണെന്ന് മനസ്സിലായി പ്രവാചകനെ വീട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, നമ്മുടെ വീട്ടിൽ കൂടെ ഇതുവഴി കടന്നു പോകുന്ന ഒരു പുരുഷനുണ്ട്, ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചുവരോട് ചേർന്ന ഒരു മാളിക മുറിയും അവിടെ ഒരു കട്ടിലും കസേര മേശ ഒരു വിളക്കും കൊളുത്തി നമുക്കവിടെ ഏർപ്പാട് ചെയ്യാം. അവൻ കൂടെ ഇതുവഴി കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ഇവിടെ കയറി പാർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, 2 പേരുടെ സവിശേഷത, 2 പേരുടെ സ്വഭാവം. ഹല്ലേലൂയ. ദൈവ പുരുഷനെ കണ്ടപ്പോൾ മനസ്സിലാക്കി, ആ ദൈവപുരുഷനെ സ്നേഹിച്ച് ആ കുടുംബത്തിൽ ഒരംഗത്തെ പോലെ
പാർക്കുന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. കേവല പ്രവാചകന്റെ ലേബലിലോ പ്രവാചകന്റെ പേരിനോ പ്രവാചകന്റെ വ്യക്തിത്വത്തിലോ ഒന്നും ആയിരുന്നില്ല ധനികയായ അവളുടെ ആ ഹൃദയത്തിന്റെ ഉടമ അവൾ ചെയ്തത്. സ്തോത്രം. പിന്നെയോ ആമേൻ, ദൈവത്തെ മാനിച്ച്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവപുരുഷനാണ്, ദൈവപുരുഷനെ സ്നേഹിക്കുന്ന നിമിത്തം, ദൈവപുരുഷനെ കരുതുന്ന നിമിത്തം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നുള്ള അവരുടെ വിശ്വാസമാണ് ആ ദൈവപുരുഷനെ അവിടെ കയറ്റി പാർപ്പിക്കുവാൻ കാരണമാക്കി തീർത്തത്. സ്തോത്രം. രണ്ട് മനസ്സിന്റെ ഒരു വ്യത്യസ്തത നമുക്ക് അവിടെ കാണുന്നത്. രണ്ട് മനസ്സുകളുടെ ഉടമയാണ്. ഒന്ന് ഈ പ്രവാചകന്റെ ഭാര്യ, അത് മറ്റൊരു ഒരു അവസ്ഥയാണ്, സാഹചര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആദ്യമായി ഈ ഭാഗത്തേക്ക് കടന്നു വരാമല്ലോ. പ്രവാചക ശിഷ്യന്റെ ഭാര്യ. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസത്തോടെ, വളരെ കണ്ണുനീരോടെ, ഇനി എൻ്റെ ഭാവിക്ക് വേണ്ടി ഒന്നുമില്ല, ശേഷിക്കുന്ന 2 തലമുറകൾ മാത്രമാണ്, എന്തു ചെയ്യുമെന്നോർത്ത് പ്രവാചക ശിഷ്യനോട് നിലവിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എക്കാലവും നമുക്കറിയാൻ കഴിയും നമ്മുടെ വീടിൻ്റെ പ്രത്യേകത. ആമേൻ. നമ്മുടെ വീടിൻ്റെ വളർച്ച, ഫാമിലിയുടെ വളർച്ച തലമുറകളിലൂടെയാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ വളർച്ച അടുത്ത തലമുറകളിലൂടെയാണ്. രാജ്യത്തിൻ്റെ വളർച്ചയും അടുത്ത തലമുറകളിലൂടെയാണ് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഈ കഴിഞ്ഞ പത്രത്തിൽ നമ്മളൊരു പരസ്യം കണ്ടു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. RSSന്റെ നേതാവായിരിക്കുന്ന മോഹൻ ഭാഗവത് ഒരു പ്രത്യേക ഒരു പ്രസ്താവന പത്രത്തിലിട്ടു. അതായത് എല്ലാ മാതാപിതാക്കൾക്കും 3 മക്കൾ വീതം വേണം. കുടുംബത്തിൽ 3 മക്കൾ ഉണ്ടാകണം. അത് ഇപ്പോൾ വളരെ ഒരു വലിയ പ്രസ്താവനയായിട്ട് വന്നേക്കാണ്. കാരണം ഹിന്ദു സഹോദരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരിക. അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വിവിധ മതങ്ങളിലേക്ക് പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? തലമുറകൾ 1, 2 പറ്റത്തില്ല, 3 തന്നെ വേണം. ചിന്തിക്കുന്നവരുടെ പ്രത്യേകതയാണത്. രാജ്യത്തിനെ കുറിച്ചും ചിന്തയുള്ളപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക രീതിയാണ്. അടുത്ത ജനറേഷൻ ഉണ്ടെങ്കിൽ ആ ഏത് ഒരു ജാതിക്കായാലും ഏതൊരു സമൂഹത്തിനായാലും നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ പിന്നീട് ചൈനയിലൊക്കെ 2ഉം 1ഉമായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു തലമുറയാണ് അടുത്ത രാജ്യത്തിന്റെ, സമൂഹത്തിന്റെ, സഭയുടെ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആധാരമായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ആമേൻ, സ്തോത്രം, അവർ പെറ്റു വരുവാനുള്ള, ആമേൻ, വർദ്ധിക്കുവാനുള്ള ആമേൻ അനുഗ്രഹം കൂടെ ദൈവം ആദാമിനും ഹവ്വായ്ക്കും കൊടുക്കുകയുണ്ടായി. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുകയാണ്, തലമുറയ്ക്ക് വേണ്ടി കരയുകയാണ്. അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു. തലമുറയിലെ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് മടക്കി വരുത്തണം. സ്തോത്രം. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കേവലം കുടുംബം എന്ന ചിന്തയിൽ, കേവലം എങ്ങനെയെങ്കിലും മുൻപോട്ട് പോകണം എന്നുള്ള ചിന്തയിൽ ദൈവമക്കളായിരിക്കണം. നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നവരാ, ദൈവവചനം പഠിക്കുന്നവരാ, പത്രം വായിക്കുന്നവരാ, സമൂഹത്തിന്റെ അംഗങ്ങളായിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ദൈവമക്കൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. സ്തോത്രം. ദൈവമക്കൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകണം. വരുന്ന തലമുറ ഹല്ലേലൂയ, അവർ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി തീരണം, സമൂഹത്തിന് പ്രയോജനമുള്ളവരായി തീരണം. അതിനുവേണ്ടി എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഒന്നേ ചെയ്യാൻ കഴിയത്തുള്ളൂ. മാതാപിതാക്കൾക്ക് ഒന്നേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക. സ്തോത്രം. കരച്ചിലൂടെ ചിലതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കഴിയും. എക്കാലവും കരച്ചിലാണ് ഹല്ലേലൂയ തലമുറകളെ പിടിച്ചുമായി പേടിക്കുന്നത്. ഹല്ലേലൂയ. അവർ രോഗത്തിൽ നിന്ന്, അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന്, അവരുടെ തകർച്ചയിൽ നിന്ന് ആമേൻ മടക്കി വരുത്തണമെങ്കിൽ ഹല്ലേലൂയ മറ്റൊന്നും കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. കരച്ചിലൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. ആമേൻ. ഈ 4-ാം അധ്യായത്തിന്റെ ഈ പ്രാരംഭ ഭാഗം നമുക്കതാണ് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അവളുടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ. നിനക്ക് ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നിനക്ക് എന്താ ഉള്ളത്? അടുത്ത പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പ്രവാചകൻ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, ആ മാതാവിനോട് ചോദിക്കുന്നു, നിന്റെ വീട്ടിൽ എന്താ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. അല്ല, തലമുറകൾ നശിച്ചു പോകുന്നു, അതിനുവേണ്ടി ഒരു പരിഹാരം എന്തെങ്കിലും വേണ്ടി, കയ്യിൽ എന്താ ഉള്ളത്? സ്തോത്രം. അവള് പറഞ്ഞു, എൻ്റെ അമ്മേൻ ഭരണിയിൽ അല്പം എണ്ണ മാത്രവും. സ്തോത്രം. എന്നാൽ പ്രവാചകൻ പറയും, നീയും നിന്റെ മക്കളും കൂടെ മുറിക്കകത്ത് അമ്മയെ കഥകടച്ച് ആമൻ സ്തോത്രം ഇരുന്നതിന് ശേഷം
ആമേൻ അവിടെ പുറത്തുള്ള അയൽ വീടുകളിൽ നിന്നൊക്കെയും വെറും പാത്രങ്ങൾ ആമേൻ ശേഖരിക്കണം. എത്രമാത്രം ശേഖരിക്കാമോ അത്രമാത്രം ശേഖരിക്കണം. എത്രമാത്രം അവിടുന്ന് കളക്ട് ചെയ്യാമോ അത്രമാത്രം കളക്ട് ചെയ്യണം. കൊണ്ടുവന്ന് ആ മുറിയിൽ അകത്ത് കിടന്ന് ആമേൻ നിന്റെ ആമേൻ ശേഷിക്കുന്ന എണ്ണയിൽ ആമേൻ ഈ പാത്രങ്ങളിലേക്ക് പകരാൻ പറഞ്ഞു. അല്പമേ എണ്ണയുള്ളൂ ഒരു ഭരണി എണ്ണ, അത് ശേഷിക്കുന്നതിലേക്ക് പകരാൻ പറഞ്ഞു. സ്തോത്രം. ദൈവപുരുഷന്റെ വാക്ക് കേട്ട്, പ്രവാചകന്റെ വാക്ക് കേട്ട് അതുപോലെ അമ്മയെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ അവൾ ഉദ്ദേശിച്ച ആ ഭരണിയിലെ എണ്ണ പകരുന്നതിനനുസരിച്ച് ഏത് പാത്രത്തിൽ ഏത് ഭരണിയിൽ നിന്നാണ് വെറും പാത്രങ്ങളിലേക്ക് പകരുന്നത്, പകരും തോറും അത് തീർന്നു പോകാതെ അതിൽ എണ്ണ അമ്മ വർദ്ധിച്ചു വരുന്ന ഒരു വലിയ അനുഭവം ഹല്ലേലൂയ അവളുടെ കണ്ണുകൊണ്ട് അവൾ കാണുകയാണ്. തലമുറകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ദൈവപുരുഷന്റെ വാക്കനുസരിക്കാൻ തയ്യാറായത്. ഹല്ലേലൂയ. പിന്നത്തിൽ കാണുന്നത് ഹല്ലേലൂയ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ നിറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അവൻ അവസാന പാത്രവും തീർന്നു പോയി. എല്ലാം നിറഞ്ഞു ആമേൻ നിറവിന്റെ ആമേൻ വക്കിലെത്തി നിൽക്കണം. എല്ലാം ഇനിയും ശേഷം ഒരു പാത്രം ഒഴിവില്ല. സ്തോത്രം. അതോടുകൂടി ആമേ എണ്ണയുടെ ഒഴുക്ക് നിന്നു. ഹല്ലേലൂയ. പ്രവാചകന്റെ അടുത്ത വാക്ക്, ഇത് വിറ്റ് നീയും നിന്റെ കുടുംബവും ആമേൻ ഉപജീവനം ചെയ്തു കൊടുക്കും. സ്തോത്രം. പ്രവാചകന്റെ വാക്കിൽ അനുസരിക്കാൻ തയ്യാറായപ്പോൾ ഹല്ലേലൂയ എണ്ണയുടെ ഒഴുക്ക് ഹല്ലേലൂയ കവിയുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. വാക്കിന്റെ പിന്നിൽ ആമേൻ വലിയ അത്ഭുത പ്രവൃത്തി അവിടെ നടന്നു. അവിടെ തലമുറകളെ സ്വാതന്ത്ര്യത്തിലേക്ക് മടക്കി വരുത്തുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവപുരുഷന്റെ ദൈവജനത്തിന്റെ വാക്ക്, ദൈവദാസന്മാരുടെ വാക്ക്, പ്രവാചകന്മാരുടെ വാക്ക്, പാസ്റ്റർമാരുടെ വാക്ക്, ദൈവാത്മാവ് വസിക്കുന്നവരുടെ മേലുള്ള സ്തോത്രം അനുഗ്രഹത്തിന്റെ വചസ്സുകൾ, വാക്കുകൾ ദൈവത്തിൽ കൂടെ നാം ഹല്ലേലൂയ സ്വീകരിക്കാൻ തയ്യാറായാൽ, നമ്മൾ അതിനെ ബഹുമാനിപ്പാൻ തയ്യാറായാൽ, നമ്മൾ അതിനെ അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കാൻ പോവുകയാണ്. നശിച്ചു പോകുന്ന തലമുറയെ മടക്കി കൊണ്ടുവരുവാൻ ഹല്ലേലൂയ അനുസരണത്തിൽ കൂടെ കഴിയും. ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടെ കഴിയുമെന്ന് ഈ പകലിൽ നാം ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹം നശിച്ചു തലമുറകൾ നശിച്ചു പോയാൽ ഹല്ലേലൂയ ഭവനങ്ങൾ അന്യം നിന്നു പോകും. ആമേൻ. ഭവനങ്ങൾ നിന്നു പോയാൽ സമൂഹം പോയി, സഭ പോയി, എല്ലാം പോകും. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ഏൽപ്പിച്ചു തന്ന സർവശക്തൻ വചനങ്ങളെ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ജീവന്റെ വചനങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. നല്ല പ്രവാചകനായ യേശു കർത്താവ് വാക്കിലും ഹല്ലേലൂയ പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ് കർത്താവ് യേശു. അവിടുത്തെ വാക്ക് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ അവന്റെ ഒരുക്കങ്ങളാണെങ്കിൽ ആമേൻ, പഴയ നിയമത്തിൽ അവന്റെ ഒരുക്കങ്ങളാണെങ്കിൽ ഒരുക്കമാണെങ്കിൽ പുതിയ നിയമത്തിൽ അവന്റെ പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണുന്നത്. ഈ സഭയുടെ യുഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ തന്റെ ദാസന്മാരിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവൻ അഭിഷേകത്തിൽ കൂടെ തന്റെ ദാസന്മാരോട് പ്രവർത്തിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നേത്രം കൊണ്ട് കർത്താവിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന അവൻ നിന്നോട് ദൈവിക ആലോചന അരുളപ്പാടുകൾ അറിയിക്കുന്ന, നിന്നോട് പ്രസംഗിക്കുന്ന, നിന്നെ വചനം പഠിപ്പിക്കുന്ന, നിന്നെ ഉപദേശിക്കുന്ന ഹല്ലേലൂയ ദൈവപുരുഷനിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവരെ സ്നേഹിക്കുന്നതിലൂടെ, അവരെ കരുതുന്നതിലൂടെ, അവരെ ആമേൻ സ്തോത്രം അംഗീകരിക്കുന്നതിലൂടെ നാം ദൈവത്തെയാണ് അംഗീകരിക്കുന്നത്. സ്തോത്രം. ശിഷ്യന്മാരെ കുറിച്ച് യേശു കർത്താവ് പുരുഷാരത്തോട് പറയുക, ശിഷ്യന്മാരോട് പറയുകയാണ്, പുരുഷാരത്തോട് ചേർന്ന് പറയുകയാണ്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നവർ ഹല്ലേലൂയ ശിഷ്യന്മാരെ സ്നേഹിക്കുന്നവർ എന്നെയാണ് സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളെ അംഗീകരിക്കുന്നവർ എന്നെ അംഗീകരിക്കുന്നു. എന്നെ അംഗീകരിക്കുന്നവരോ എന്റെ പിതാവിനെ അംഗീകരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകവുമായി പരിശുദ്ധമായ നിറവുമായി വചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന ആമേൻ ശുശ്രൂഷകരെ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങൾ ഉൾക്കൊള്ളുക, നിങ്ങൾ അവരെ സ്നേഹിക്കുക. അതോടുകൂടി നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. കാണപ്പെടാത്ത പിതാവിനെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. അതിൽ കൂടെ നിങ്ങളുടെ തലമുറകളുടെ അനുഗ്രഹം, നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഗ്രഹം, നിങ്ങളുടെ മുൻപോട്ടുള്ള ഭാവി, നിങ്ങളുടെ സമൂഹം അടിവെച്ച് ഓരോ ചുവട് മുൻപോട്ട് പോകുന്തോറും അത് അനുഗ്രഹത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശൂന്യകരുത്തിയായ ഹല്ലേലൂയ സ്ത്രീയുടെ വീട്ടിലേക്ക് ആ ദൈവപുരുഷൻ കടന്നു വന്നു. ഹല്ലേലൂയ. അവളെ സ്നേഹിച്ച് ആ പുരുഷനെ സ്നേഹിച്ച് വേണ്ടുന്ന ആളേക്ക് ആ പ്രവാചകനെ സ്നേഹിച്ച് വേണ്ടുന്ന എല്ലാം ഒരുക്കി കൊടുത്തു. മിക്കപ്പോഴും ഹല്ലേലൂയ ദൈവപുരുഷൻ അവിടെ കയറും, ഹല്ലേലൂയ അവിടെ പാർക്കും, ഭക്ഷണം കഴിക്കും, സന്തോഷങ്ങൾ പങ്കിടും, കടന്നു പോകും. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ ദൈവപുരുഷൻ
തന്റെ ശിഷ്യനായ ഗേഹസിയോട് പറഞ്ഞിട്ട് അവളെ വിളിപ്പിക്കുകയാണ്. നീ ഇതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തല്ലോ, ഞങ്ങൾ എന്ത് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞങ്ങളെ ഇത്രമാത്രം കരുതുകയും ഞങ്ങളെ സ്നേഹിക്കുകയും നിന്നെ ചെലവിടുകയും ചെയ്താൽ ഞാൻ എന്താ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? സ്തോത്രം. അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് തലമുറയില്ല. സ്തോത്രം. അടുത്ത ആമേൻ പ്രവാചകൻ പറയുകയാണ്, അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇത് വരുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. ആ ധനികയായ സ്ത്രീക്ക് ഒരു തലമുറയെ സ്വർഗത്തിലെ കർത്താവ് ദാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കടക്കാര് പിടിക്കാൻ വന്ന ആ രണ്ട് മക്കളെ അവൾക്ക് സ്തോത്രം അവളുടെ കരച്ചിൽ നിമിത്തം, അവളുടെ തകർച്ച നിമിത്തം അവൾക്ക് മടക്കി കൊടുത്തു. ഇതിൽ കാണാൻ കഴിയുന്നുണ്ട് ദൈവപുരുഷനെ, ഹല്ലേലൂയ, ദൈവദാസനെ, ദൈവത്തെ സ്നേഹിക്കുന്ന നിമിത്തം അവളുടെ ജീവിതത്തിലും ഒരു തലമുറയെ സ്വർഗം കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, തലമുറ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അവകാശമാണ്, ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്, ഗിഫ്റ്റാണ്. സ്തോത്രം. അവിടെ നിലനിൽപ്പിന് വേണ്ടി, അവരുടെ ഉത്തമമായ വളർച്ചയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ, സമൂഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട ഭാവിയിലേക്ക് അവരെ കരപിടിച്ച് കയറുവാൻ വേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവസഭയെ, ഇതിന് പിന്നിൽ മറ്റൊന്നുമല്ല, ദൈവത്തെ സ്നേഹിക്കുകയും തലമുറയ്ക്ക് വേണ്ടി കരുതുകയും ചെയ്താൽ, ഹല്ലേലൂയ, നമ്മുടെ സമൂഹം, നമ്മുടെ തലമുറകൾ നാളെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ വരവതാമസമായാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. അവരെ സ്തോത്രം തളർത്തി കളയുവാൻ, അവരെ ഇല്ലാതാക്കി കളയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം അവർ കണ്ണുനീരിലാണ് വളർന്നു വന്നത്, അവർ ദൈവകൃപയിലാണ് വളർന്നു വന്നത്. ശത്രു എവിടെയൊക്കെ പദ്ധതി ഇടുന്നു, അവരെ ഇല്ലാതാക്കി കളയുവാൻ പദ്ധതി ഇടുന്നു, അവരെ രോഗികളാക്കി കളയുവാൻ, അവരെ വഴിയിൽ വെച്ച് ഉടച്ചു കളയുവാൻ, ഹല്ലേലൂയ, ആരൊക്കെ പദ്ധതി ഇട്ടാലും, ഹല്ലേലൂയ, കണ്ണുനീരിൽ വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ, ദൈവകൃപയിൽ വളർന്നു വരുന്ന തലമുറയുണ്ടല്ലോ, ഹല്ലേലൂയ. അവർ ഹല്ലേലൂയ, ഒരു ശത്രുവിനും അവരെ അനുഗ്രഹിക്കാനോ തകർക്കാനോ കഴിയാത്ത വിധത്തിൽ, ഹല്ലേലൂയ, രാജ്യങ്ങളെ അടക്കുന്നവരായി, ഹല്ലേലൂയ, നീതി ജാതി ഉയർത്തുന്നു പറയുന്ന പോലെ കർത്താവ് യേശു, ഹല്ലേലൂയ, അവനിൽ ആശ്രയിക്കുന്ന തന്റെ മക്കളെ അവർ ഉയർത്തുക തന്നെ ചെയ്യും. ലജ്ജിപ്പിക്കുന്ന തരത്തിൽ, സമൂഹം ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഹല്ലേലൂയ, കരച്ചിലൂടെ സ്തോത്രം, ഇന്നിന്റെ അടിമകളായി പല മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ തകർച്ചയുടെയും മോശ സ്വഭാവത്തിന്റെയും, ഹല്ലേലൂയ, വക്രബുദ്ധിയുടെയും, നിഷ്ഠുതയും, അധർമ്മത്തിന്റെയും അടിമത്തത്തിൽ കിടക്കുന്ന തലമുറകളെ കണ്ണുനീരിനാൽ, രാത്രിയിലെ യാമാരംഭത്തിലെ കരച്ചിലിനാൽ അവരെ നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിയും. അവരെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ കഴിയുമെന്ന് ദൈവത്തിൽ ഓർപ്പിച്ചുകൊണ്ട് വചനം താഴ്ന്നു കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കും. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അത് തന്നെ ഒന്ന് വായിച്ചാട്ടെ. ആ വായിച്ച വാക്യം 4-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം തന്നെ ഒന്ന് വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചോട്ടെ. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ഈ മനുഷ്യനൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നമുക്ക് കണ്ണുകടയ്ക്കാം, തലകൾ വണക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അല്പനേരം കൂടെ തിരുസനയിലായിരിക്കുന്നു. ഞങ്ങളോട് മനസ്സലിയും വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം. നമ്മുടെ ദാസനെയും കരങ്ങളിൽ ഉപയോഗിച്ചതിന് നന്ദി. ബലത്തോട് നിർത്തുക യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ, സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിശുദ്ധാരാധനയുടെ പര്യവസാന സമയത്തേക്ക് കടന്നു വന്നിരിക്കും. നല്ലൊരു തിരുവെഴുത്ത് കേട്ടപ്പോൾ മറ്റൊരു വേദഭാഗമാണ് ഞാൻ ക്രമീകരിച്ച് വെച്ചതെങ്കിലും ഒരു 10 മിനിറ്റ് അത് പ്രസംഗിക്കാമെന്ന് കരുതിയെങ്കിൽ ഈ വചനം കേട്ടപ്പോൾ ഇല്ല, അകത്ത് ദൈവസാന്നിധ്യം വന്ന് ഇടിച്ചപ്പോൾ പിന്നെ ഇത് പ്രസംഗിക്കാതിരിക്കാൻ ഒരു വഴിയും ഇല്ല. നല്ലൊരു വേദ തിരുവെഴുത്ത് കേട്ടു എന്ന് ശ്രദ്ധിച്ചവര് ഒരാമയം പറഞ്ഞിട്ട് വചനം കേട്ടത്. ഇതിനകത്ത് മക്കളില്ലാത്ത ആരുമില്ല. 2 ആമേൻ സഹോദരിമാരുടെ 2 കുഞ്ഞുങ്ങളെ 2 തരത്തിലുള്ള രീതിയിൽ ലഭിച്ചതും ഒക്കെ പറയാനിടയായി. ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ 2-ാമത്തെ കാര്യം 9-10 വാക്യത്തിൽ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടിരിക്കാം. നമ്മളൊക്കെ തലമുറയുള്ളവരാണ്. തലമുറ ദൈവം തന്ന ഭാഗ്യമാണ്. തലമുറ ദൈവം തന്ന നന്മയാണ്. ഒരാമയം പറ മനസ്സോട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലരും സാക്ഷി പറയാതിരുന്നു. നമ്മുടെ തോമച്ചാൻ ഇപ്പോൾ സാക്ഷി പറയുന്നില്ല. നമ്മുടെ എബി ഇപ്പോൾ സാക്ഷി പറയുന്നേ ഇല്ല. ചെറുപ്പക്കാർ സാക്ഷി പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പച്ചന്മാർ പറഞ്ഞില്ല ദൈവം ഒരാഴ്ചക്കാലം നടത്തി എന്ന് പറയണം. സതീശൻ പറഞ്ഞില്ല. എനിക്കത് വലിയ വിഷയമാണ്. കൊച്ചാൻ പിന്നെ എല്ലാ ആഴ്ചയും ഒരു വാക്ക് എഴുന്നേറ്റ് പറയാം. അതെനിക്കൊരു സന്തോഷമുണ്ട്. പറയണം. രാജൻചാനും അതുപോലെ പറയുന്നുണ്ട്. സെക്രട്ടറി പിന്നെ പറഞ്ഞേ പറ്റത്തുള്ളല്ലോ എന്ന് പറഞ്ഞാണ് പറയുന്നത്. സാക്ഷ്യം പറയുക എന്ന് പറയുന്നത് ദൈവം നടത്തി. എന്നെ ഈ ഒരാഴ്ചക്കാലം ദൈവം നടത്തി. ദൈവസഭ പ്രാർത്ഥിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. വീണ്ടും എന്നെ എൻ്റെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നാൽ മതി. പെട്ടെന്ന് പറയാമെങ്കിൽ കാര്യങ്ങൾ നടക്കും.
അതുകൊണ്ട് ചെറുപ്പക്കാരെല്ലാവരും ദൈവസനെ സാക്ഷികളാകാൻ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ യൂത്ത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈ വചനം തന്നെ ഞാൻ എടുത്തതിൻ്റെ കാര്യം, ഈ ചില വാഴ്ത്തത്വങ്ങൾ ദൈവം തരും, അത് സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് അനുഗ്രഹമാകും. ഈ വചനം ജെയിംസ് പാസ്റ്റർ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു ചവിട്ടുപടി പോലെ എനിക്കങ്ങ് തോന്നി. ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യം പറയണമെന്ന് ചിന്ത വന്നു. നമ്മളെല്ലാവരും തലമുറയുള്ളവരാണ്, തലമുറയുള്ള പ്രിയപ്പെട്ടവരാണ് ഒട്ടുമുക്കാലും പേര്. അവരെ ഓർത്ത് സ്തോത്രം. ഈ തലമുറ ദൈവം തന്ന ദാനമാണ്. ഈ തലമുറ ഇല്ലാത്തവർക്ക് വലിയ ഭാരമാണ്. എന്താ ആമേൻ പറയാത്ത? തലമുറ ഇല്ലെങ്കിൽ, എനിക്ക് 1 വർഷം മക്കളില്ലാതിരുന്നു, എനിക്ക് ഒത്തിരി ഭാരമുണ്ടായി. പിന്നെ ദൈവം എനിക്ക് തലമുറയെ തന്നു. ജെയിംസ് പാസ്റ്റർ 1 വർഷം കഴിഞ്ഞാൽ കിട്ടിയില്ലേ? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് തലമുറയില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്നൊരു വെളിപ്പാട് ദൈവം തന്നു. വെളിപ്പാട് തന്നത് ഒരു പെൺകുഞ്ഞിനെ ദൈവം തരും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ. ഒരാമേ പറ. അങ്ങനെ ഡെൽസോളെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ചില നാളുകൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു തലമുറ, ആൺതലമുറയെ കൂടെ തരും. 2 കുഞ്ഞുങ്ങളുള്ളവർക്ക് 3 4 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നുള്ള ചിന്തയുള്ളവരൊക്കെ ഉണ്ട്. ഇനി ആവശ്യമില്ലാത്ത കാര്യമൊന്നും കാടുകയറി ചിന്തിക്കേണ്ട. ഈ വചനം പ്രസംഗിക്കുന്നത് കേട്ട് ആമേൻ പറഞ്ഞു പോയാൽ മതി. ഒരു സ്വത്രം പറയിച്ചാൽ മനസ്സോട്. ഈ വലിയ വീടും കാര്യമൊക്കെ ഉണ്ടെങ്കിലും അകത്ത് താമസിക്കുന്നവർക്ക് തലമുറയില്ലാത്ത വേദന വളരെ ദുഃഖകരമായിരുന്നു. ഇതുവഴി ഇങ്ങനെ ഒരു പുരുഷൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പെണ്ണ് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പെണ്ണ് നമ്മളാരും ചിന്തിക്കുന്ന പോലെ സാധാരണക്കാരിയായ പെണ്ണല്ല. വളരെ കഴിവും ബുദ്ധിയും പ്രാപ്തിയും ജ്ഞാനവും വിവേകവും ഉള്ളൊരു പെണ്ണാണ് ശൂലേങ്കാരി. ഒരാമേ പറഞ്ഞാണ്ട് ഹല്ലേലൂയ. ശൂലേങ്കാരിയെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. ശൂലേങ്കാരി എന്ന് പറഞ്ഞാൽ, ശൂലേങ്കാരിയാണ് പറഞ്ഞത് യേശുവിനെ കുറിച്ച് തന്നെ വർണ്ണിച്ചത്. 10,000ങ്ങളിൽ സുന്ദരനാണെന്ന് പറഞ്ഞ യേശുവിനെ കുറിച്ച്. അപ്പൊ ശൂലേങ്കാരി എന്ന് പറയുന്ന ആ ഒരു കൂട്ടം തന്നെ ഭയങ്കരമാണ്. അവരുടെ ഹൃദയത്തിൽ വർണ്ണിക്കാൻ കഴിയുന്ന വാക്കുകളേ ഉള്ളൂ യേശുവിനെ കുറിച്ച്. ആരെ കണ്ടാലും വളരെ സസൂക്ഷ്മം അവർ ശ്രദ്ധിക്കും. നമ്മളും ശ്രദ്ധിക്കണം. ഞങ്ങൾ ശ്രദ്ധിക്കും, എല്ലാവരെയും ശ്രദ്ധിക്കും. എല്ലാവരെയും സഭയാകുമ്പോൾ, പാസ്റ്റർമാരാകുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും ശ്രദ്ധിക്കും, നോക്കും, മുഖത്ത് നോക്കും. നിങ്ങളും തിരിച്ച് ഞങ്ങളുടെ മുഖത്ത് നോക്കണം. നമ്മുടെ അടൂർ DSP ആയിരുന്ന കുരികേഷ് സാറ് ഞാനിവിടെ താമസിക്കുമ്പോൾ ഇവിടെ വരുമായിരുന്നു പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് ഞാൻ കണ്ടു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്തനംതിട്ട വെച്ച് ഓടിച്ചെന്ന് പറഞ്ഞു, സാറേ ഈ തോളിൽ ഒരു സ്റ്റാർ കൂടെ വരുന്നത് ഞാൻ കാണുന്നു. കേരളത്തിൽ 7 പേർക്ക് പ്രൊമോഷൻ വരുന്നതിൽ ഒന്നോ നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ DSP ആയിട്ടിരിക്കുക. ബാംഗ്ലൂർ മീറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റോയ് പാസ്റ്റർ ആണോ? ഞാൻ പറഞ്ഞു അതെ. ആരാ വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അടൂർ DSP ആണ്, കുരികേഷ് മാത്യു. ഞാൻ പറഞ്ഞു, സാറേ പറഞ്ഞാട്ടെ. പത്തനംതിട്ട വെച്ച് എൻ്റെ തോളെ കൈവച്ചിട്ട് പാസ്റ്റർ പറഞ്ഞില്ലേ ഒരു സ്റ്റാർ കൂടെ എൻ്റെ തോളെ വരുമെന്ന്. എനിക്ക് ഒരു സ്റ്റാർ കൂടെ കിട്ടി. ഞാനിപ്പോൾ DSP അല്ല SP ആയി. ഒരൊറ്റ വെളിപ്പാടാ. ഒരാമയും പറ. അദ്ദേഹം ഞാനിവിടെ താമസിക്കുമ്പോൾ കൂടെ ഇവിടെ വരുമായിരുന്നു. അങ്ങനെ വളരെ നേരം കാര്യം പറയും, ചായ ഇട്ട് കൊടുക്കും, കുടിക്കും, എന്നോട് കാര്യം പറയും. അങ്ങനെ പലപ്പോഴും അടുത്തിരുന്നുമ്പോൾ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഈ കള്ളന്മാരെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു. അണ്ണ എന്നോട് പറഞ്ഞു, അവരുടെ കണ്ണി നോക്കുമ്പം അറിയാം. ഞാൻ അടുത്ത കാര്യം ചോദിച്ചു, എന്നെ കണ്ടിട്ട് കള്ളനായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? നമ്മുടെ കാര്യം നമ്മളൊന്ന് ചോദിക്കണമല്ലോ. നമ്മൾ ഈ വല്ല കള്ളത്തിലുണ്ടോ? അപ്പോൾ ചിലർ എന്നെ സൂക്ഷിച്ചൊക്കെ നോക്കുന്ന കാണുമ്പോൾ ഞാൻ എന്തോ കള്ളം ചെയ്തിട്ട് നടക്കുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, എന്നെ കണ്ടിട്ട് വല്ല കള്ളനായിട്ട് തോന്നുന്നുണ്ടോ? ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ്റെ ഉള്ളിലിരിക്കുന്നത്. മനസ്സോട് രാമൻ പറയുന്നത്. ചിലർ പറയും, ഞാൻ നമ്മുടെ സെക്രട്ടറി ഒരു ഭരണത്തിന് പോയിരിക്കുക. സെക്രട്ടറിയുടെ വീട്ടിലൊരു വിശേഷം എന്തോ കാര്യം നടന്നപ്പോൾ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ മോഷണം പോയി. എന്നോട് വന്ന് അമ്മമ്മയും അച്ഛനും പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, അവൾ ഇവിടെ നിന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല അവിടെ മുഖം നോക്കിയിട്ട് അവൾ ഇങ്ങനെ മോട്ടിക്കുമെന്ന്. ചിലർക്ക് മുഖം നോക്കിയാലും അറിയാൻ പറ്റത്തില്ല. ചിലരുടെ ഹൃദയവും വിചാരവും വേറെ ആയിരിക്കും. പക്ഷെ ശൂലേങ്കാരി നല്ലപോലെ ശ്രദ്ധിച്ചു. പോകുന്ന പുരുഷനെ ശ്രദ്ധിച്ചപ്പോൾ അവൾ പറയുന്ന സാക്ഷ്യം ഭർത്താവിനോട്, ഇതുവഴി പോകുന്ന പുരുഷൻ ദൈവപുരുഷനാണ്. മനസ്സുള്ളവരെ രാമൻ പറഞ്ഞാൽ മതി. ദൈവപുരുഷനെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു.
എല്ലാവരും ദൈവപുരുഷൻ എന്ന് പറയരുത്. എല്ലാവരും ദൈവപുരുഷനല്ല. എല്ലാവരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാവരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. എല്ലാവരോടും വിഷയം പറയാൻ പറ്റത്തില്ല. എല്ലാവരുടെ അടുക്കൽ ചെന്ന് തല കാണിക്കാൻ പറ്റത്തില്ല. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയാൻ പറ്റത്തില്ല. രഹസ്യങ്ങൾ പറയാൻ പറ്റത്തില്ല. എന്നാൽ വിശ്വസ്തനോട് പറഞ്ഞാൽ അത് സാധ്യമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇതിലെ പോകുന്ന മനുഷ്യൻ എനിക്ക് മനസ്സിലായി, അവനൊരു ദൈവപുരുഷനാണെന്ന് മനസ്സിലായി. ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ പറയുന്നു, ദൈവദാസന്മാരെ തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. എല്ലാവരും വെള്ളയും ഇട്ട് വന്നാലും എല്ലാവരും ദൈവഭക്തന്മാരല്ല. പക്ഷേ നീ തിരിച്ചറിയണം, ഇത് അന്ത്യകാലമാണ്. നിന്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി തരാം. ഇടവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ വിടുതൽ ലഭിക്കുന്ന ദൈവഭക്തന്മാരെ തിരിച്ചറിയുന്നവർക്കായി. എനിക്ക് ആ ശൂലങ്കാരി സഹോദരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം അവൾ പറഞ്ഞു, ഇതുവഴി പോകുന്ന പുരുഷനുണ്ടല്ലോ, അദ്ദേഹം ഒരു ദൈവപുരുഷനാണ്. ആ ദൈവപുരുഷൻ ഇതിലെ പോകുമ്പോൾ തളർന്നും ക്ഷീണിച്ചൊക്കെയാ പോന്നേ. ചില ദൈവദാസന്മാര് പോകുന്ന വഴിയിലൊക്കെ ക്ഷീണിതരാ. അതുകൊണ്ട് അദ്ദേഹം ഇതുവഴി പോകുമ്പോൾ ക്ഷീണിച്ച് വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ ഒരു മാളിക മുറി നമുക്ക് പണിയണം. ഒരാമേ പറ മനസ്സോട്. പഞ്ചായത്ത് വീടാണെങ്കിലും ദൈവദാസന്മാര് വന്നാൽ നമ്മൾ മാനിക്കുന്നവരാ. പാസ്റ്റർ ഇച്ചിരി നേരം വിശ്രമിച്ചാട്ടെ, ഇരുന്നാട്ടെ, അല്ലയോ? ആ സഹോദരിയെ ഭർത്താവ് സ്നേഹിക്കുന്നു. പരസ്പര വിശ്വാസം ഉണ്ടെങ്കിലേ ഒരു ദൈവദാസനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അതും വേറെ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യവും അന്നത്തെ കാര്യവും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ പ്രസംഗിക്കുന്നില്ല ഭാവം. പ്രസംഗിച്ചാൽ ആകെ പ്രശ്നമോ. ഇപ്പോഴെങ്ങാണം വല്ല ശൂലേക്കാരിമാര് വല്ലതും വിളിച്ച് വീട്ടിൽ കയറ്റി വീടും മുറിയും തന്ന് കട്ടിലും തന്നായിരുന്നെങ്കിൽ ശൂലേങ്കാരി പറയത്തില്ല, അവളുടെ വിടുതൽ അവൾ സാധിക്കും. പക്ഷേ അയലത്തുള്ള ഒരു നാട്ടുകാരും പറയും, കണ്ടോ എവിടുന്നോ ഒരുത്തനെ വിളിച്ചു വരുത്തിയിട്ടാ അവൾക്ക് തലമുറയായ ആക്ഷേപം പറഞ്ഞേനെ. പക്ഷെ ദൈവപുരുഷനെ തിരിച്ചറിഞ്ഞവൾ ഭർത്താവിനോട് പറഞ്ഞു, അവൻ ദൈവപുരുഷനാ. മനസ്സിലായോ? രാമേ പറഞ്ഞോണ്ട് ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു കൂട്ടുകാരൻ പാസ്റ്റർ, ചില പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പാസ്റ്റർ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അദ്ദേഹം പാസ്റ്ററാണ്. ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കൂടെ എന്നോട് പറഞ്ഞ് വീട്ടിൽ വരാമെന്ന് പറഞ്ഞു. പാസ്റ്റർ ഞാനിവിടെ കൊണ്ടുവരുന്നു. ഞാൻ കഴിവതും അങ്ങനെ കൊണ്ടുവരാറില്ല, എങ്കിലും ഒന്ന് കൊണ്ടുവന്നു. അദ്ദേഹം വീട്ടിൽ വന്നൊരു ചായ എലിസബത്തിട്ട് കൊടുത്ത് കുടിച്ചു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ എലിസബത്തിനോട് പറഞ്ഞു, ഇനി മേലെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും. ഞാൻ ചെന്ത പറ്റിയുടെ അദ്ദേഹം ശരിയല്ല. ഇന്ന് വരെ എന്താണെന്ന് എന്നോടും പറഞ്ഞിട്ടില്ല, ഞാനും ചോദിച്ചിട്ടില്ല. എന്തോ നോട്ടത്തിൽ വിഷമിച്ചു. നോട്ടത്തിൽ അറിയാച്ച അവൻ ആരാണെന്ന്. എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ സ്വത്രം പറയത്തില്ലെന്ന് എനിക്കറിയാം. ഈ നോട്ടത്തിനകത്ത് അവൻ ആരാണെന്ന് തിരിച്ചറിയും. മനസ്സിലായോ? ദൈവപുരുഷനെ തിരിച്ചറിഞ്ഞവൾ പറഞ്ഞു, ഇവൻ ദൈവപുരുഷനാണ്. രാമേ പറഞ്ഞാട്ടെ. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തു. പക്ഷേ അടുത്തുകൂടി ഒന്നിരുന്നു പ്രാർത്ഥിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഈ ഗേഗസി എന്ന് പറയുന്ന ഈ ശുശ്രൂഷകന്റെ ചാര നിൽക്കുന്ന ഗേഗസിയുണ്ട്, സഹായി. ആ സഹായിയായ മനുഷ്യനോട് ഈ എലിശ പറഞ്ഞു, അവൾക്ക് എന്തോ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ചിലർ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് വിവരങ്ങളൊന്നും പറയത്തില്ല. പാസ്റ്റർക്ക് പ്രാർത്ഥിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയും. മൊത്തത്തിൽ പാസ്റ്റർക്ക് പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ തലവുലിക്ക് ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ് ഇങ്ങനെ ഒരു തുമ്പും തുരുമ്പും വെളിപ്പാട് കിട്ടി പറഞ്ഞാൽ കൃത്യമായ കാര്യം പറഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ ജീവിതത്തിൽ നമ്മളോട് വിളിക്കത്തുമില്ല. ഇവർ വിഷയം പറയത്തുമില്ല. പാസ്റ്റർമാരോട് ചിലത് പറയണം, ചിലത് പറയണ്ട, ചിലത് പറയത്തില്ല. ചിലരുടെ സ്വഭാവം അങ്ങനെ. ഞാനൊരിക്കൽ മസ്കറ്റിൽ നിന്ന് യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് എന്നെ കൊണ്ടുപോകുന്ന പാസ്റ്റർ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് നിന്ന് ഒരു അമ്മാമ ഇറങ്ങി വന്നു. അവരും ചർച്ചയിൽ പോകാൻ വന്ന് കയറിയപ്പോൾ പെട്ടെന്ന് അവർ ഡോറ് തുറന്ന് കയറുമ്പോൾ എൻ്റെ കാതിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇവിടെ തലമുറ അനർത്ഥത്തിൽ മരിച്ചു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറയുക. ഞാൻ ഈ അമ്മ വണ്ടി കയറിയപ്പോൾ ആ പാസ്റ്റർ പറഞ്ഞു, അമ്മമ്മേ ഇത് റോയ് പാസ്റ്റർ നാട്ടിൽ നിന്ന് വന്നതാണ്, പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞു, അമ്മാമ്മ ഈ വാഹനത്തിൽ കയറുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടൊരു വാക്ക് പറഞ്ഞു, നിങ്ങൾ തലമുറ നഷ്ടപ്പെട്ടവളാണെന്ന് ദൈവാത്മാവ് പറഞ്ഞു. പാസ്റ്റർ വണ്ടി ആ സൈഡിലോട്ട് ചവിട്ടി നിർത്തി. 1 മാസം മുമ്പ് വീട്ടിനകത്ത് മോൻ തൂങ്ങി മരിച്ചതാണ് ഔദവിയിൽ. പക്ഷെ കയറിയപ്പോൾ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇവള് തലമുറ നഷ്ടപ്പെട്ടു വന്നതാണ്. പറയുന്ന കേട്ടോ, ദൈവപുരുഷനെ അറിയിക്കാതെ ദൈവം ചെയ്യത്തില്ല. മനസ്സോടൊരു സ്വോത്രം പറ.
100 സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്, 100 സാക്ഷ്യം. പക്ഷേ ദൈവം നമ്മുടെ കാതുകളിൽ കൃത്യമായി നഷ്ടങ്ങളും ലാഭങ്ങളും പറയാൻ കഴിവുള്ളവനാണ്. എന്നോട് മാത്രമല്ല നിങ്ങളോടും പറയും, ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. വിശ്വസിക്കുന്നവർക്കായി ആമേൻ. അവൻ ദൈവപുരുഷനാ, കൂടെ പോകുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഒരു സംഭവം പിടികിട്ടി, കുറവുള്ളതായിട്ട് എന്തോ ബലഹീനത. ഈ വീട്ടിൽ അവളെ മുഖത്ത് നോക്കിയിട്ട് എല്ലാം ഉണ്ട്, പക്ഷെ ഏതോ ഒരു കുറവ്. ഗേഹസിയോട് ചോദിച്ചു, നീ പോയി ചോദ്യം. അപ്പോ അവള് ഗേഹസിയോട് പറഞ്ഞു, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ പാർക്കുന്നു. അർത്ഥം, പലരുടെയും മുമ്പിൽ നിന്ന് സഹിക്കുന്നവർ. ഇത് പ്രവാചകൻ ഒരു വേദനയായി. പ്രവാചകൻ അവിടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അവൾ ഓടി വന്നു, വിളിക്കാൻ പറഞ്ഞു, ഓടി വന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, സമയമില്ലാത്തത് വായിപ്പിക്കുന്നില്ല. അവൾ ഓടി വന്നു, വാതിൽ വരെ വന്നു നിന്നു. മനസ്സിലായോ? ദൈവദാസന്മാരുടെ അടുത്ത് വരേണ്ടുന്നതിനും നിൽക്കേണ്ടതിനും ഇരിക്കേണ്ടതിനും ഒക്കെ ഒരു അളവും അതിരുമുണ്ട്. എപ്പോഴും കാണുന്നതാ, എപ്പോഴും മിണ്ടുന്നതാ, ഇങ്ങോട്ട് വന്ന് തോളിലടിച്ച് തലയ്ക്കടിച്ച് പാസ്റ്ററെ കൈക്കൊരു ഞുള്ളു കൊടുത്ത് ഈ ബന്ധമൊന്നും വേണ്ട. നിൽക്കേണ്ടടുത്ത് നിൽക്കുക, പറയേണ്ടത് പറയുക. മനസ്സോടൊരു സ്വതന്ത്രം പറ. ഞങ്ങളുടെ പാസ്റ്റർ അല്ലയോ, കൊടുത്ത് പുറത്തോണം അല്ലയോ, ഞങ്ങളുടെ പാസ്റ്റർ വേണ്ട. അപ്പം അവൾ വാതിൽ വരെ വന്നു നിന്നു. അവൾ നിന്നപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, അടുത്ത വർഷം. ഒരാമേ പറ. മനസ്സോട് പറയാ. ഇത് നിങ്ങളോടും എന്നോടോ പറയുന്നത്. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒന്ന് പ്രാപിക്കാൻ പോവാ. വിശ്വസിച്ചൊരാമേ പറഞ്ഞോ. ഈ വർഷം ഇതിനകത്തൊന്നുമില്ലാതെ ശൂന്യമായി വന്നിരിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ദൈവം നിന്റെ നിന്ന മാറ്റും. അതേതാണോ എന്റെ ജനം അനുഭവിക്കുന്നത്, പ്രവചന ശബ്ദത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം നിന്റെ നിന്ന മാറ്റും. വിശ്വസിക്കാൻ പാടല്ലേ? മാറ്റുമോ പാസ്റ്ററെ? ഞാൻ പറയുന്നു, ഉറപ്പിക്കുന്നു, മാറ്റും. വാതിൽ വരെ വന്നു നിന്നോട് സ്വർഗം പറഞ്ഞു, മാറ്റും. അടുത്ത വർഷമായപ്പോൾ സംഭവം കൃത്യമായിരുന്നു. ദൈവം അവിടെ നിന്ന് മാറ്റി. അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയെ കൈ കൊടുത്തു. ഇഷ്ടമായി. കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. തലമുറയെടുത്ത് കൊഞ്ചിക്കും, ലാളിക്കും, കൊണ്ടു നടക്കും. പക്ഷേ സുപ്രഭാതത്തിൽ അവിടെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, തലമുറ നഷ്ടമായി. അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി പ്രവാചകന്റെ മുറിയിൽ കൊണ്ടിട്ടു. പ്രവാചകൻ കിടന്ന കട്ടിലിൽ കൊണ്ടിട്ടു. പ്രവാചകൻ വിശ്രമിച്ച സ്ഥലത്ത് കൊണ്ടിട്ടു. അർത്ഥം ഇതാണ്, ഇതിനകത്ത് കിടന്ന ആമേൻ നീയാണ് പറഞ്ഞ് തലമുറ എനിക്ക് തന്നത്. മനസ്സിലായോ? എവിടെ വെച്ചാണോ പ്രവചനം വന്നത്, അവിടെ അവൾ മടങ്ങി വന്ന് തലമുറയെ മാറ്റ. പക്ഷെ ജീവനുള്ളതായിരുന്നില്ല. മരിച്ച കുഞ്ഞിനെയാ കൊണ്ടുവന്നത്. കട്ടിലെ കൊണ്ട് കിടത്തി. അവൾ ഉടനെ വാഹനം ക്രമീകരണത്തിൽ വരുത്തി. അവൾ നേരെ പർവ്വതത്തിൽ കയറി. ഓടി വേദന പറയാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എതിരെ ഇറങ്ങി വരുന്നു തന്റെ ബാല്യക്കാരനായിരിക്കുന്ന മനുഷ്യൻ. അവൻ ചോദിച്ചു, സുഖം തന്നെയോ? ആമേൻ. അവള് മനസ്സോട് പറഞ്ഞു, ഓ സുഖം തന്നെ. അവൻ എടുത്ത വായിലെ ചോദിച്ചു, ഗേഹസി, തലമുറയും നിന്റെ ഭർത്താവും സുഖമായിരിക്കുന്നു? അടുത്ത മറുപടി, അതെ സുഖമായിരിക്കുന്നു. മരിച്ചു കിടക്കുമ്പോഴും തലമുറ സുഖമെന്ന് പറഞ്ഞ ഏക ശൂലേങ്കാരി. കാരണം ദൈവസന്നിധിയിലാണ് ഞാൻ കൊണ്ടിട്ടിരിക്കുന്നത്. ദൈവം വസിക്കുന്നിടത്താണ് കൊണ്ടിട്ടിരിക്കുന്നത്. എന്റെ തലമുറ എന്നെ വിട്ട് പോയിട്ടില്ല. എന്റെ തലമുറ മടങ്ങി വരുമ്പോൾ ഉറപ്പുള്ളിടത്താണ് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ബോധമുള്ള പ്രിയപ്പെട്ടവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നഷ്ടമായില്ല മാതാവ്, നഷ്ടമായില്ല നിന്റെ തലമുറ. നിന്റെ തലമുറ മടക്കി തരാൻ പോവുക. അവൻ ഗേഹസിയോടല്ല എനിക്ക് പറയാനുള്ളത്, എന്റെ പരാതി പ്രവാചകനോടാ പറയാനുള്ളത്. ഗേഹസിയല്ല എനിക്ക് തലമുറയെ തന്നത്. എനിക്ക് തലമുറയെ തന്നത് പ്രവാചകന്റെ ശബ്ദമാണെങ്കിൽ ആ പ്രവാചകൻ മറുപടി വേണം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സഹോദരിമാരെ, അവച്ചായ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മരിച്ചുപോയ കുഞ്ഞിനെ പൊക്കിയെടുത്ത് പ്രവാചകന്റെ കട്ടിലെ ഇട്ടിട്ട് പ്രവാചകന്റെ അടുത്തോട്ട് എന്നിട്ട് ഗേഹസിയോട് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്റെ കുഞ്ഞ്, ഉറപ്പ്, മരിച്ചിട്ടില്ല.
വിശ്വസിച്ചാൽ നിന്റെ തലമുറ മരിക്കത്തില്ല. വിശ്വസിച്ചാൽ നിന്നെ പറഞ്ഞ പ്രവചനം മരിച്ചു പോകത്തില്ല. വിശ്വസിച്ചാൽ നിന്റെ വാഴ്ത്തത്വം നിന്നെ വിട്ട് പോകത്തില്ല. തന്നിട്ട് നാളെ എടുക്കുന്ന ഒരു അനുഗ്രഹമല്ല നിനക്ക് തരുന്നത്, എന്നേക്ക് നിലനിൽക്കുന്ന ഒരു ബ്ലെസ്സിങ് ദൈവം നിനക്ക് കൈമാറും. ആ കരങ്ങളടിച്ച് മാറ്റം കൊടുക്കുക. ഇന്നലെ വരെ നിന്റെ കരങ്ങളിൽ വന്നത് നഷ്ടമായി പോയി എന്നോർത്ത് നീ ഭാരപ്പെടരുത്. ദൈവം നിന്റെ തലമുറ നിന്റെ വാഴ്ത്തങ്ങളെ തിരിച്ചെടുക്കത്തില്ല. ഒരു ദുഃഖനും നിന്റെ നടുവെ എടുക്കാൻ പറ്റത്തില്ല. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ വാഴ്ത്തങ്ങളെ ആരും തൊടത്തില്ല. നിന്റെ നന്മയെ ആരും തൊടത്തില്ല. നിന്റെ അനുഗ്രഹത്തെ ആരും കവരത്തില്ല. ഒരു അന്ധകാരത്തിന് നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നോട് പറഞ്ഞ വാഴ്ത്തത്വം നിവർത്തിച്ച ദൈവം നിന്റെ ചാരത്തൊട്ട് ശങ്കരാദി ആ കരമടിച്ച് മഹത്വം കൊടുത്ത് വാഴ്ത്തത്വം പറഞ്ഞത് നിന്നോട് സ്വർഗത്തിലെ ദൈവമാ. നിന്റെ തലമുറ, നിന്റെ ഭവനത്തെ, നിന്റെ കുടുംബത്തെ, മുമ്പോട്ടുള്ള വഴിയെ നിന്നോട് പറഞ്ഞ വാഴ്ത്തത്വങ്ങൾ നിവർത്തിക്കാൻ കഴിവുള്ള ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. നാളെയുടെ നീളകളിൽ ആ വാഴ്ത്തത്വങ്ങളെ ദൈവം നമുക്ക് നൽകാതെ പോകത്തില്ല. കരമടിച്ച് മഹത്വം കൊടുത്തു. നിങ്ങളെ മാറ്റുന്നൊരു ദൈവം. മരിച്ചുപോയെന്ന് കരുതണ്ട, തീർന്നുപോയെന്ന് കരുതണ്ട. വാഴ്ത്തത്തെ എഴുന്നേൽക്കാൻ പോകുക പ്രവാചകൻ. നീ അവൻ കൂട്ടിക്കൊണ്ടുവന്നു തന്നെ നിന്റെ തലമുറ തരുവാൻ, ജീവനോട് തരുവാൻ, വെറുതെ അല്ല ദൈവം നിനക്ക് തരുവാൻ വേഗത്തിൽ വാതിലുകളെ തുറക്കുമെന്ന് ആത്മാവി വർഷത്തിൽ പറയുകയാണ്. കരമടിച്ച് അവൻ ദൈവത്തെ ആരാധിക്കുക. വിശ്വാസത്തോടെ പ്രാപിക്കുക. നിന്റെ തലമുറ പോയത്തില്ല, തീർന്നിട്ടില്ല. നിന്റെ വാഴ്ത്തത്തെ നമ്പിയിട്ടില്ല. നീ മാറോട് അടച്ചത് നഷ്ടമായിട്ടില്ല. നിന്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ഏനാവൃതമാകത്തില്ല. പലതും പറയും തീർന്നു പോയെന്ന്, ശ്വാസമില്ലെന്ന്, വഴി അടഞ്ഞെന്ന്, ഇനി നീ വിധവയാണെന്ന് പലരും പറയും. ഇല്ല, ദൈവത്തിന്റെ തലമുറ തരുക. മക്കളില്ലാത്തവളെന്ന് പറഞ്ഞ് നിന്നെ ഇനി ആക്ഷേപിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ വചനം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, തുരുത്തിക്കര നമ്മുടെ ഒരു അച്ചാനെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. പാസ്റ്ററെ, ഞാൻ വീട്ടിൻ്റെ വാതിലിൽ വന്ന് ബസ്സിൽ ഇറങ്ങത്തില്ല, വളരെ ദൂരം മാറിയേ ഞാൻ ഇറങ്ങത്തുള്ളൂ. കാരണം ഓട്ടോ സ്റ്റാൻഡിൽ ഉള്ളവരെല്ലാം എന്നെ കളിയാക്കും. എനിക്കത് കേൾക്കാൻ വയ്യ. എനിക്ക് 14 വർഷമായി മക്കളില്ല. ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഭാര്യയായിട്ട് വാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ വർഷം ഒരു മോനെ തരുമെന്ന് ദൈവം ദൂത് പറഞ്ഞു. പിറ്റേ വർഷം ഒരു മോനെ കൊടുത്തു. ഞാൻ ഖത്തറിൽ പോയ സമയത്ത് ആ കുഞ്ഞങ്ങ് മരിച്ചു. 45-ാമത്തെ ദിവസം ആ കുഞ്ഞ് മരിച്ചു. ഭയങ്കര വിഷമമായിപ്പോയി. തിരിച്ച് ഞാൻ ഉത്സവത്തിൽ വന്നതിന് ശേഷം ഞാനവിടെ പോയി. ആ മുറിക്കകത്തുനിന്ന് ആ സൗകര്യം ഇറങ്ങി വരത്തില്ല. ഭ്രാന്തിയെ പോയിരുന്ന് കരയോ. എന്നെ കണ്ടപ്പോൾ നിലവിളിക്കുക. ഇതിനായിരുന്നോ എനിക്ക് പാസ്റ്റർ പ്രവചനം പറഞ്ഞത്? 14 വർഷം കാത്തിരുന്ന് കിട്ടിയതാ ആ സഹോദരിയുടെ നിലവിളി. അത് പൊട്ടിക്കരയുമ്പോൾ എൻ്റെ കാതിലൊരു ശബ്ദം കേട്ടു, വീണ്ടും ഞാനൊരു തലമുറയെ കൊടുക്കും. വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പരിശുദ്ധാത്മ പറയുന്നു ഒരു തലമുറയെ കൂടെ തരും. അപ്പോൾ പെണ്ണ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ. പക്ഷേ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇനി നിനക്ക് ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്കെൻ്റെ ഗർവ വന്നത്. ഞാൻ പറഞ്ഞു, ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടാൽ ദൈവം നിനക്ക് തലമുറയെ തരും. ഞങ്ങൾ പ്രാർത്ഥിച്ചു മടങ്ങി. കേൾക്കണമോ? പിറ്റേ വർഷമായപ്പോൾ അന്നൊരു ദൂതി ഞാൻ പറഞ്ഞു, ഇനി ഉണ്ടാകുന്ന തലമുറയെ കണ്ടിട്ട് പലരും പറയും നിന്റെ തലമുറ അല്ലെന്ന് പറയും, അത്ര സുന്ദരനായിരിക്കും. മനസ്സിലായോ? അതേപോലെ സുന്ദരനായൊരു കുഞ്ഞിനെ പിറ്റേ വർഷവും ദൈവം കൊടുത്തു. ഇപ്പോൾ അവന് 5 വയസ്സായി. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, പ്രവാചകൻ പറഞ്ഞാൽ അത് സംഭവിപ്പിക്കും. വിശ്വാസത്തോടെ ആമേൻ പറ. ദൈവത്തെ നീ വിശ്വസിക്കുക. മനുഷ്യന്റെ മുഖം നോക്കരുത്. നിന്നോട് പറഞ്ഞ ദൈവശബ്ദം ഒന്നുകൂടെ ആമേൻ പറഞ്ഞു. നിന്നോട് പറഞ്ഞ ദൈവശബ്ദത്തിന് ആമേൻ പറഞ്ഞു. ഇന്നലകളിൽ നിന്നോട് പറഞ്ഞ പ്രവചനത്തിൽ നീ ആമേൻ പറഞ്ഞു. ദൈവമാണ് എന്നോട് പറഞ്ഞതെന്ന് നീ ഉറച്ചോ. അത് ദൈവം നിവർത്തിക്കാൻ സമയമായി വരികയാണ്. എത്രയും താമസമില്ല, ദൈവം നിന്നെ മാറ്റും. മരിച്ചുപോയ കുഞ്ഞിനെ പ്രവാചകനോട് അവള് പറഞ്ഞു, പറ്റത്തില്ല, കേകസി വന്നാൽ പറ്റത്തില്ല, നീ തന്നെ വരണം. നിർബന്ധ ബുദ്ധിയാൽ അവളവിടെ ഇരുന്ന് പിടിച്ചോണ്ട് വന്നു, കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് വന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു.
പ്രവാചകൻ ഒന്ന് മുറിക്കകത്ത് കയറി നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ കണ്ടത്. അവനകത്ത് കയറി കതകടച്ചു, കുഞ്ഞിന്റെ മേളിൽ കമിഴ്ന്നു വീണു. കുഞ്ഞിന്റെ മൂക്കിലെ അവൻ ജീവശ്വാസം ഊതി. പറയട്ടെ, ജീവനില്ലാതെ തുടിപ്പില്ലാതെ കിടന്ന നിന്റെ നന്മയെ തിരിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ദൈവം വിചാരിച്ചാൽ ചലിക്കാത്തതും ചലിക്കു വച്ചാൽ നിർജീവമായതിനെ ജീവൻ തരാൻ കഴിവുള്ളവൻ ഈ വിശുദ്ധാരാധനയിലൂടെ തേജസ് കൊടുത്തവനായി നടപ്പുണ്ട്. നിർജീവത്വമാണെന്ന് നീ കരുതി പോകരുത്. നിന്റെ ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാണ്. പ്രവാചകന്റെ വാക്കിന് ദൈവീക ശക്തി ദൈവം നൽകി. കണ്ണുകളടയ്ക്കാൻ, തലകൾ വണക്കാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവാചകന്റെ വാക്ക് ദൈവവാക്കാണ്. ദൈവദാസന്മാരെ നീ ബഹുമാനിച്ചത്, ആദരിച്ചത്, സ്നേഹിച്ചത്, നിന്റെ ഇല്ലായ്മയിൽ വരൾച്ചയിൽ ആത്മാർത്ഥതയോട് ബഹുമാനിച്ചത്, പിൻകാലങ്ങളിൽ നിന്റെ തലമുറയ്ക്ക് ഭാവി വഴി നന്മയ്ക്ക് ബ്ലസ്സിംഗ് ആക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കണ്ണുകളടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നീറിപ്പുകയുന്ന നിന്റെ ജീവിത സാഹചര്യത്തിന് നടുവിൽ ഇനി എനിക്കൊരു മുൻപോട്ടൊരു വഴിയില്ലെന്നല്ലയോ നീ നെടുവേർപ്പെട്ടത്? ഇനിയൊരു ഗതിയില്ലെന്നല്ലയോ നീ പറഞ്ഞത്? എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എങ്ങോട്ട് പോകും? എനിക്കിനി എവിടെ ഒരു തണലുണ്ടാകും? എല്ലാവരും എന്നെ കൈവിട്ടു. എല്ലാം തകർന്നവളായി, തകർന്നവനായി. ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന് നീ ചോദിച്ച രാത്രികൾ, പകലുകൾ സ്വർഗത്തിലെ ദൈവം കേട്ടില്ലെന്ന് കരുതരുത്. അന്നൊക്കെ നിന്റെ കാതിൽ ബലം പകർന്നത് പരിശുദ്ധ ആത്മാവായിരുന്നു. ആ വാക്കിങ്ങനെയല്ലായിരുന്നോ? ഭയപ്പെടേണ്ട എന്ന്. നീ ഭയപ്പെടുമെന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് വിറയലുണ്ടാകുമെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ മനസ്സ് കലങ്ങുമെന്ന് ദൈവത്തിന് അറിയാം. നീ തളർന്നു വീഴുമെന്ന് ദൈവത്തിന് അറിയാം. സ്വർഗം പറഞ്ഞ പദം ഇതാണ്: ഭയപ്പെടരുത്. അതിൻ്റെ അർത്ഥം ഞാൻ കൂടെയുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്.